കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നൂസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 103-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് ഈ സെഷനിൽ ലൈവായി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. മറ്റ് സോഷ്യൽ മീഡിയകളിൽ കൂടി നമ്മളെ ശ്രദ്ധിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഈ പഠിക്കുന്ന സത്യങ്ങൾ നാം ഗ്രഹിക്കുവാനും അതിന് പ്രകാരം കർത്താവിന്റെ നല്ല ഭടന്മാരായി ഈ മറഞ്ഞിരുന്ന മർമ്മത്തെ, ഈ സത്യസുവിശേഷത്തെ ലോകത്തിലെത്തിക്കുവാൻ നമ്മളാവോളം അധ്വാനിക്കുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദ ബുക്ക് ഓഫ് ആക്ട്സ് അതിന്റെ 18-ാമത്തെ അധ്യായമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ എത്തിയിരിക്കുന്നതായും കൊരിന്തിൽ നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് തുടങ്ങിയത്. ഞാൻ മുഖവരകളായിട്ട് വേറൊന്നും പറയാതെ സ്ട്രെയിറ്റ് ഈ വിഷയത്തിലേക്ക് വരികയാണ്. കാര്യം ഇന്ന് 18-ാമത്തെ അധ്യായം ചിന്തിച്ച് തീർക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു വന്നത് പൗലോസ് അപ്പോസ്തലന്റെ കൊരിന്തിലെ ശുശ്രൂഷ ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. പ്രിസ്കില്ലയോടും അക്വിലാസിനോടും ചേർന്ന് കൊരിന്തിൽ താമസിക്കുന്നു. ശീലാസും തീമത്തിയോസും മക്കദോനിയിൽ നിന്നും മടങ്ങിയെത്തുന്നു. പൗലോസ് അപ്പോസ്തലൻ ശക്തമായി യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ച് അവരെ മിണ്ടാതാക്കുന്നു. അതിന്റെ 6-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു നിർത്തിയത്. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ. ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു. ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിർത്തിയത്. അവരെന്തുകൊണ്ടാണ് എതിര് പറയുകയും ദുഷിക്കുകയും ചെയ്തത്? എന്തുകൊണ്ടാണ് പോൾ അവിടെ നിന്നും ജാതികളുടെ അടുക്കലേക്ക് ഞാൻ തിരിയുന്നു എന്ന് 2-ാം വട്ടം ഇവരോട് പറയാൻ കാര്യം എന്താണ് എന്നാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അതല്പം സുദീർഘമായി ചിന്തിക്കേണ്ടത് വന്നുകൊണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് നാം അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ 7-ാമത്തെ വാക്യം മുതൽ 28-ാമത്തെ വാക്യം വരെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് വേറൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ട്. ചോദ്യമല്ല, അനേക ചോദ്യങ്ങൾ ഞാൻ മറുപടി പറയുവാനായിട്ട് ഇടയായി. അതിലേറ്റവും പ്രസക്തമായി തോന്നിയ ഒരെണ്ണം നിങ്ങളുമായിട്ടും ചേർന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് അവൻ കള്ള അപ്പോസ്തലന്മാർ. അവിടെ നമ്മൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യൻസ് 11-ാം അധ്യായം പഠിച്ചപ്പോൾ അവിടെ ഇങ്ങനെ പറയുകയുണ്ടായി, അവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ എന്ന് പറയുവാനായിട്ടിടയായി. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, അങ്ങനെ ഒരു കള്ള അപ്പോസ്തലന്മാര് എന്നവരെ പറയാൻ കഴിയുമോ? അവർ കപടവേലക്കാരാണോ? അവർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരെന്ന് പറയുവാൻ കാര്യം എന്താണ്? ആരെയാണ് ഇവിടെ ഈ കള്ള അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്? 18 അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയാണോ? എന്തുകൊണ്ടാണ് അത്രയും കഠിനമായ വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അല്പം കൂടെ വിശദീകരിക്കണം എന്നായിരുന്നു ചോദ്യം. ഞാൻ അതിനെ വിശദീകരിക്കുകയും പരിപൂർണമായിട്ട് അത് മനസ്സിലായി എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. എന്നാൽ അത് നിങ്ങളോട് ചേർന്ന് ഷെയർ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ ഇന്ന് ഡയറക്റ്റ് അതിലേക്ക് കടക്കുന്നില്ല. കാര്യം ഇന്നത്തെ എൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 18-ാമത്തെ അധ്യായം തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നേരെ നമ്മൾ 18-ാമത്തെ അധ്യായത്തിലേക്ക് കയറുകയാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കുവാനായിട്ട് കഴിയും. അതിന്റെ അവസാനമായിട്ട് ഈ വിഷയം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനും നിങ്ങളെയും ആ ഒരു വിഷയത്തിൽ ഒരു സെയിം അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം കൊരിന്തിലെ ശുശ്രൂഷയെ കുറിച്ചാണ് 18-ാമത്തെ അധ്യായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ട് റോമാലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനങ്ങൾ, 1-2 തെസ്സലോനിക്ക ലേഖനം, ഈ ലേഖനങ്ങളൊക്കെ എഴുതിയതെന്ന് നിങ്ങളുടെ അറിവിനായിട്ട് ഞാനൊന്ന് ഓർപ്പിക്കുക. ഈ ഒരു കാലഘട്ടം പൗലോസ് അപ്പോസ്തലൻ ഇപ്പൊ കൊരിന്തിലെത്തിയിരിക്കുകയാണ്. ഇതിനുശേഷം അവിടെ നിന്നും എഫെസോസിലേക്കും അവിടെ നിന്നും യെരുശലേമിലേക്കും പോകും. അവിടെ നിന്ന് വീണ്ടും മടങ്ങി എഫെസോസിലെത്തും. ഈ ഒരു കാലഘട്ടങ്ങളിലായിട്ടാണ് റോമാലേഖനം, 1-2 കൊരിന്ത്യ ലേഖനം, ഗലാത്യ ലേഖനം, 1-2 തെസ്സലോനിക്ക ലേഖനം, അതായത് 6 ലേഖനങ്ങൾ എഴുതുന്നത് ഏകദേശം ഈ ഒരു കാലഘട്ടത്തിലാണ്. അതിനുശേഷം താൻ കാരാഗ്രഹത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, റോമൻ കാരാഗ്രഹത്തിൽ. അവിടെ വെച്ചാണ് 4 ലേഖനങ്ങൾ എഴുതുന്നത്. അതിനുശേഷം തനിക്ക് ഒരു പരോൾ അനുവദിക്കുകയും അവിടെ നിന്നും സ്പാനിയയിലേക്കും മക്കദോനിയയിലേക്കും ഒക്കെ പോകുവാനായിട്ട് ഒരു ചാൻസ് കിട്ടി എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവിടെ വെച്ചാണ് 1 തീമത്തിയോസും തീത്തോസും എഴുതുവാനായിട്ട് ഇടയായത്. വീണ്ടും തന്നെ തിരിച്ച് റോമൻ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ വെച്ചാണ് 2 തീമോത്തി എഴുതിയത്. അങ്ങനെയാണ് അവസാനത്തെ ആ 7 ലേഖനങ്ങൾ, ആദ്യത്തെ 6 ലേഖനങ്ങൾ ഈ സാഹചര്യങ്ങൾ എഴുതി. അതിനുശേഷം തന്റെ കാരാഗ്രഹത്തിന് ശേഷം തന്നെ
മരണവിധിക്കായിട്ട് വിധിക്കുന്നത് വരെയുള്ള സാഹചര്യത്തിലാണ് ബാക്കി 7 ലേഖനങ്ങൾ. അങ്ങനെയാണ് 13 ലേഖനങ്ങൾ പോൾ എഴുതിയതെന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ കൊരിന്തിലെ ശുശ്രൂഷയിൽ പോള് അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അല്പം കൂടുതലായിട്ട് ചിന്തിക്കുവാനായിട്ട്, കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിച്ചത്. നിങ്ങൾ അതിൽ ഫുള്ളി അലൈൻഡ് ആണ്, ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഭിന്നതയാണ്. എന്താണ് ഇവര് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭിന്നത? എന്തിലെ ഭിന്നതയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഭിന്നത വരാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അവരുടെ ആചാര രീതി, അതായത് സ്നാനം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലുള്ള ഭിന്നതയാണ്. വേറൊരു വിഷയത്തിൽ ഭിന്നത വരാൻ അവിടെ കാരണമില്ല. കാര്യം 4 സുവിശേഷങ്ങളിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭിന്നത വരാനുള്ള ഒരേ ഒരു കാര്യം സ്നാനമാണ്. അതുകൊണ്ട് ആ ഭിന്നത എന്തായിരുന്നു എന്നാണ് ഞാൻ അല്പമായിട്ട് ഇന്ന് വിവരിക്കുവാനായിട്ട് പോകുന്നത്. 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിച്ചത്, അവർ എതിർ പറയുകയും ദൂഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ എന്ന് പറഞ്ഞ് ഞാൻ ജാതികളുടെ ഇടയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. 7-8 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്പോസിന്റെ രക്ഷയെക്കുറിച്ച്, അവിടുത്തെ പള്ളി പ്രമാണിയായിരുന്നു ക്രിസ്പോസ്. ആ ക്രിസ്പോസിന്റെ രക്ഷയെക്കുറിച്ചാണ് 7-8 വാക്യങ്ങളിൽ പഠിക്കുന്നത്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് രാത്രിയിൽ പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷനാകുന്നു. രാത്രിയിൽ ദർശനത്തിൽ പ്രത്യക്ഷനായിട്ട് തന്നെ ശക്തീകരിക്കുന്നു, തന്നെ ബലപ്പെടുത്തുന്നു. താൻ തളർന്നു പോകുന്നതിനിടയായി തീരാതെ അവിടുത്തെ പ്രയാസങ്ങളും, കർത്താവ് അയച്ചിട്ട് ഫിലിപ്പിയയിൽ വന്ന് അവിടെ പ്രോബ്ലം, അവിടെ കാരാഗ്രഹം, തെസലോനിക്കയിൽ വന്ന് അവിടെ പ്രശ്നം, ബെറോവയിൽ പ്രശ്നം, ഏതൻസിൽ പ്രശ്നം, കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിലും പ്രശ്നം, പട പേടിച്ചു പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്ന് പറയുന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളാണ് താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ച് കർത്താവ് രാത്രിയിൽ തനിക്ക് പ്രത്യക്ഷനായിട്ട് തന്നെ സാന്ത്വനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നീ തളർന്നു പോകരുത്, ധൈര്യമായിട്ടിരിക്കുക, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ഉപദ്രവിക്കത്തില്ല, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ട്, അവരോട് ഈ സത്യം അറിയിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗം 9 മുതൽ 11 വരെ കാണാം. 12 മുതൽ 18 വരെ ഗല്ലിയോൻ എന്ന് പറയുന്ന റോമൻ ഗവർണർ, അതായത് അഖായയുടെ ഗവർണർ ആയിരിക്കുന്ന ഗല്ലിയോൻ, അദ്ദേഹത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ പൗലോസിനെ വലിച്ചിഴച്ചു കൊണ്ടുവരികയും ഗല്ലിയോന്റെ മുന്നിൽ അവർ ആ വിസ്താരം നടത്തുവാനായിട്ട് ഈ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. അതിലെ ഗല്ലിയോന്റെ എന്തായിരുന്നു തീരുമാനമെന്നും അവിടെ എന്തൊരു തീരുമാനമാണ് താൻ എടുത്തതെന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ പോള് കൊരിന്തിലെ തന്റെ 18 മാസത്തെ ഏകദേശം 1.5 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം മടങ്ങിപ്പോകുന്നതായിട്ട്, തന്നോടൊപ്പം അക്വിലാസിനെയും പ്രിസ്കില്ലയും ചേർത്തുകൊണ്ട് താൻ മടങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം. എഫെസോസിൽ അവരെ വിട്ടിട്ട് താൻ 1-2 മീറ്റിംഗ് എഫെസോസിൽ കൂടി തൽക്കാലം അവരെ അവിടെ നിന്ന് ആക്കിയിട്ട് ഇസ്രായേലിലേക്ക്, യെരുശലേമിലേക്ക് താൻ മടങ്ങിപ്പോവുകയും, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കൊരു വ്രതമുണ്ടായിരുന്നു. ആ വ്രതം, അതായത് തല മുണ്ടനം ചെയ്യണമെന്ന് കെങ്ക്രായിൽ പോയി തല മുണ്ടനം ചെയ്യുവാൻ ഒരു വ്രതം ഉണ്ടായിരുന്നു. അത് നിവർത്തിച്ചിട്ട് യെരുശലേമിലേക്കൊന്നും പോകുന്നു. യെരുശലേമിലേക്ക് പോകാൻ കാരണം ആ വ്രതത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യെരുശലേമിൽ ചെന്ന് ചെയ്യണം. അതിനുശേഷം അന്ത്യോക്യയിലേക്ക് പോകുന്നു. ആ ഒരു ഭാഗമാണ് നമുക്ക് 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അതിനെ ഞാൻ ഒരല്പമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ അപ്പല്ലോസ് എന്ന് പറയുന്ന അലക്സാണ്ട്രിയക്കാരനായ ഒരു പുതിയ ആള് എഫെസോസിൽ പ്രത്യക്ഷനാവുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ എന്തിനാണ് അവിടെ അപ്പല്ലോസിനെ പരിചയപ്പെടുത്തുന്നത്? അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ആ അപ്പല്ലോസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ നമ്മൾ പഠിക്കാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആരാണ്, എന്തിനിവിടെ വന്നു, എഫെസോസിൽ ഇദ്ദേഹത്തിന്റെ പർപ്പസ് എന്താണ്, അലക്സാണ്ട്രിയക്കാരൻ എന്താണ് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെയുള്ളത് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കും. ഇതാണ് 18-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. വളരെ കോൺട്രവേഴ്ഷ്യൽ വിഷയങ്ങളുള്ള ഒരു അധ്യായം ആണ്. നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ദിവസങ്ങളോളം സംസാരിക്കുവാൻ വിഷയങ്ങളുള്ള ഒരു അധ്യായമാണ് 18-ാമത്തെ അധ്യായം. എസ്പെഷ്യലി സ്നാനം അല്ലെങ്കിൽ ഡിവിഷൻ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ 1ഉം 2ഉം കൊരിന്ത ലേഖനമൊക്കെ എഴുതുമ്പോൾ പോളിന്റെ ഉള്ളിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു വിഷയമാണിത്. 2-ാമത്തെ കൊരിന്ത ലേഖനം എഴുതുമ്പോൾ അതിനെ ശരിക്കും തലങ്ങും വിലങ്ങും വെട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 11-ാം അധ്യായത്തിലൊക്കെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആ ഭാഗത്തിന്റെയൊക്കെ തന്റെ ഉള്ളിലെ ആ ചേതോ വികാരം എന്താണ് എന്നൊക്കെ നമുക്ക് ഇത് പഠിക്കുമ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും.
ഇവിടെ ഞാൻ പറഞ്ഞു, സ്നാനം എന്നുള്ള വിഷയത്തിൽ വളരെ തർക്കം ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഓരോരുത്തരും ഓരോരുത്തരുടെ ഗ്രൂപ്പുകളാണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരെ സ്നാനപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ഓരോരുത്തരുടെ പേരിൽ സ്നാനപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ അവിടെ ഒരു വലിയ വിഷയമുണ്ടായിരുന്നു. ഇവിടുത്തെ ആ ഒരു വിഷയത്തിന്റെ അടിസ്ഥാനം ഇതുപോലുള്ള ചില കാര്യങ്ങളിലാണ്. കാര്യം അവരുടെ ഉപദേശത്തിൽ അവർക്ക് വ്യത്യാസമില്ല. യേശു തന്നെ ക്രിസ്തു എന്നുള്ളതാണ് സുവിശേഷം. അതിൽ അവർക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമൊന്നുമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 4 സുവിശേഷത്തിലെയും മെസ്സേജ് അത് തന്നെയാണ്. യേശു തന്നെ ക്രിസ്തു എന്നുള്ളതാണ് അവര് പഠിച്ചിരിക്കുന്ന, അവരറിഞ്ഞിരിക്കുന്ന സുവിശേഷം. അതിൽ ആർക്കും തന്നെ തർക്കമില്ല. പത്രോസ് പറയുന്നത്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ജനം എന്നെ ആരെന്ന് പറയുന്നു? അപ്പോഴേ പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ പത്രോസ് പറയുകയാണ്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. ബറിയോന ശീമോനെ, ഇത് നിനക്ക് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തി തന്നത്, എന്റെ സ്വർഗസ്ഥനായ പിതാവ് അത്രേ. കർത്താവ് പറയുക, ഇതേ സുവിശേഷമാണ്. അവർക്ക് ആ സുവിശേഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തർക്കമൊന്നുമില്ല. ജോൺ 3:16 നോക്കിക്കഴിഞ്ഞാൽ തന്നെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇതിൽ അവർക്ക് ഒത്തിരി എതിരഭിപ്രായമൊന്നുമില്ല. യേശു തന്നെയാണ് ക്രിസ്തു. പിന്നെ അത് ഫോളോ ചെയ്യുന്ന ഓരോരോ ചടങ്ങുകളിലെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്നാനം എന്നുള്ള പറയുന്ന വിഷയത്തിലൊക്കെ വളരെ വ്യത്യാസം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി. ഇവിടുത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ 2 ടൈപ്പ് യഹൂദന്മാരുണ്ട് എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ മറന്നു പോകരുത്. ഒന്നൊരു ഹാർഡ് കോർ യഹൂദന്, അവന് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. 12 അപ്പോസ്തലന്മാരെയൊക്കെ എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിട്ടെന്ന് ചോദിച്ചാൽ മതി. അവരുമായിട്ടൊന്നും യാതൊരു കൂറുമുള്ള യഹൂദനല്ലാതെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ മേലാൽ മിണ്ടിപ്പോയേക്കരെന്നുള്ള താക്കീത് കൊടുത്തിരിക്കുന്നവരും മഹാപുരോഹിതന്മാരുടെയും അവരുടെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. അവർക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, യാതൊരു കണക്ഷനുമില്ല. അവരെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലിറ്റിൽ ഫ്ലോക്സ്, ചെറിയ കൂട്ടം എന്ന് പറയുന്ന ഒരു വലിയ ഗ്രൂപ്പ് യഹൂദന്മാര് കർത്താവിന്റെ ഉപദേശത്തിലേക്ക് വന്നിട്ടുള്ളവരുണ്ട്. അവരൊക്കെ പെന്തക്കോസ്ത് നാളിലെ അനുഭവത്തിൽ കൂടെയും അതിനുശേഷം അവിടെ നടന്ന അപ്പോസ്തലന്മാരിൽ കൂടെ നടന്ന വലിയ പ്രവർത്തനങ്ങളിൽ കൂടെയും ഒക്കെ രക്ഷപ്പെട്ട് അവർ ഓൾമോസ്റ്റ് യെരുശലേമിലായിരുന്നവരൊക്കെയാണ്. അതിനുശേഷം ആ സ്തേഫാനോസിന്റെ മരണത്തോടനുബന്ധിച്ചുണ്ടായ റായട്ട്, അവിടെ നടന്ന കലാപത്തിലാണ് ഒത്തിരി പേർ ഓടിപ്പോകുവാനായിട്ട് ഇടയായത്. എല്ലാവരും അവരുടെ സ്ഥലങ്ങളിലേക്കൊക്കെ ഓടിപ്പോകുവാനായിട്ട് ഇടയായത്. പോയവരെല്ലാം അവരവരുടെ സ്ഥലങ്ങളിൽ ആരാധനയും കൂട്ടവും ഒക്കെ ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. കാര്യം അവരെല്ലാം കാത്തിരുന്നത് കർത്താവ് ഏത് സമയവും വരും. ആ ഒരു പ്രത്യാശയും ആ ഒരു വിശ്വാസവും അവരിൽ നിന്നും ഒട്ടും മങ്ങിപ്പോയിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി ഓടിപ്പോയവരെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂട്ടങ്ങളും ഗ്രൂപ്പുകളും ഫെലോഷിപ്പുകളും ആരംഭിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതിലുള്ള യഹൂദന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവിടെയാണ് കാലക്രമേണ ഭിന്നത ഉണ്ടായിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഈ ശുശ്രൂഷ തന്റെ സുവിശേഷം, തന്റെ മിഷണറി യാത്ര ആരംഭിച്ചിരിക്കുന്നതിന് 10 വർഷത്തിന് ശേഷമാണ്. ഞാൻ ആ കണക്കുകളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഏകദേശം 10 വർഷം തന്നെ വിളിച്ചതിന് ശേഷം, ദമസ്കോസിൽ വെച്ച് തന്നെ വിളിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് പോൾ ഈ ശുശ്രൂഷ, ഒന്നാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത് തന്നെ. AD 45-ലാണ് ഏകദേശം 49-കളിലാണ് എന്താ പറയുന്നത്, നമ്മുടെ ജെറുസലേം കൗൺസിൽ നടക്കുന്നത്. ജാതികൾ രക്ഷിക്കപ്പെടുന്നവർ എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് AD 49-50 കാലഘട്ടങ്ങളിലാണ്. അപ്പൊ AD 33-ൽ കർത്താവ് മരിച്ചുവെങ്കിൽ ഏകദേശം എത്ര സമയമായി നോക്കിയേ, 10-17 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഒന്നാമത്തെ മിഷണറി യാത്ര, അതും കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ മിഷണറി യാത്ര. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം AD 52, 53, 54 ആ കാലയളവുകളാണ്. ഏകദേശം 10-20 വർഷം കഴിഞ്ഞിരിക്കുക. ഒരു 20 വർഷത്തെ കാലയളവിൽ നടന്ന ഡെവലപ്മെന്റുകൾ നിങ്ങൾ മനസ്സിലൊന്ന് ഉൾക്കൊള്ളണം. നമ്മൾ പേജുകൾ വായിച്ച് ഒരു പേജ് മറിച്ച് മറ്റേ പേജിൽ കാണുമ്പോഴത്തേന് ഇത് ഇന്നലെയും മിനിഞ്ഞാന്നും നടന്ന പോലെ നമ്മൾ ചിന്തിക്കരുത്. ഇതിനൊക്കെ വർഷങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. അങ്ങനെ ഓരോരോ സഭകളും ഓരോരോ വിശ്വാസത്തിൽ ഉറച്ച് അവർ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. പക്ഷെന്നുണ്ടെങ്കിൽ നിരാശയുണ്ട്. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ചവരായിരുന്നു. വർഷങ്ങളായിട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാലും കർത്താവിന്റെ വരവുണ്ട്, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ അത് നഷ്ടമായി പോകത്തില്ല എന്നൊക്കെ വിശ്വസിക്കുന്നവരാ. കാര്യം കർത്താവ് വാഗ്ദത്തം കൊടുത്തിരിക്കുന്നവരാ. അപ്പോ ആ ഒരു വിശ്വാസത്തിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലനിൽ കൂടെ അറിയിച്ചിരിക്കുന്ന ഈ രക്ഷയും മറഞ്ഞിരുന്ന മർമ്മമായ സ്വർഗീയ പദ്ധതി അൺഫോൾഡ് ആകുന്നതും ഒന്നും ഇവർക്കൊന്നും വേണ്ടുന്നത് പോലെയുള്ള അറിവ് കിട്ടിയിട്ടില്ല. കാര്യം ഇന്നത്തെ പോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ അന്നില്ല. വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം എല്ലായിടത്തും എത്തും. പോൾ പ്രസംഗിക്കുന്ന ഓരോ ദിവസത്തെ മെസ്സേജുകൾ എല്ലായിടത്തും എത്തും. പക്ഷെ അങ്ങനൊന്നും അവർ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ അധ്യായത്തിന്റെ അവസാനം വരുമ്പോഴത്തേന് അലക്സാണ്ട്രിയക്കാരൻ ഒരു അപ്പല്ലോസിനെ കാണും.
അദ്ദേഹത്തിന് ഈ കാര്യമേ അറിയത്തില്ല. അദ്ദേഹത്തിന് ആകെപ്പാടെ അറിയാവുന്നത് യോഹന്നാൻ സ്നാപകൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. അതിനുശേഷം നടന്നിട്ടുള്ള ഡെവലപ്മെന്റുകളെ കുറിച്ച് അദ്ദേഹം അപ്ഡേറ്റഡേ അല്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ എഫെസോസിൽ വന്ന് തകർപ്പൻ പ്രസംഗമൊക്കെ നടത്തുക. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരിയും ആൾക്കാരുണ്ട്. അത് അവരുടെ കുഴപ്പമല്ല. കാരണം ആ വിഷയങ്ങളോ ഇതിലെ അപ്ഡേറ്റുകളോ എല്ലാവർക്കും വേണ്ടുന്നത് പോലെ ചെന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അവരുടെ അവിശ്വാസത്തിൽ അവരായിരിക്കുകയാണ്. ഇവിടെയാണ് ഇവർ ഗ്രൂപ്പുകൾ തിരിഞ്ഞ് ഞങ്ങള് അപ്പല്ലോസിന്റെ പക്ഷക്കാര്, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാര്, ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാര് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ആക്ച്വൽ പ്രശ്നം എന്താന്ന് ലൂക്ക് പറഞ്ഞിട്ടില്ല. ലൂക്കോസ് ആണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ആൾ എഴുതിയിരിക്കുന്ന ലേഖനം വായിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പോൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ നോക്കിയാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം. 18 ശുശ്രൂഷ എന്താണ്, 19 ശുശ്രൂഷ എന്താണ്, 17 18 19 20 ഒക്കെ എന്താ നടന്ന ശുശ്രൂഷ എന്നുള്ളത് കൊരിന്ത്യ ലേഖനവും അതിനുശേഷം നമുക്ക് ഈ റോമാ ലേഖനവും തെസലോനിക്ക ലേഖനവും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം, പോൾ അഭിമുഖീകരിക്കുന്ന ഇവിടുത്തെ പ്രശ്നം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ അതൊന്ന് തൊട്ടുവിടാം. നമുക്ക് ഇവിടെ അത് അനുഗ്രഹമായിരിക്കും. കാര്യം ഈ കാര്യങ്ങളെ മനസ്സിലാക്കി പോകുന്നത് അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ എന്താണ് നടക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി പോകാം. കൊരിന്ത്യ ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യയിലാണ് പോൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അവർക്ക് എഴുതിയിരിക്കുന്ന 1-ാമത്തെ ലേഖനമാണ്. അതിന്റെ 1-ാമത്തെ അധ്യായമാണ്. അവിടെ ഇവിടുത്തെ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ അന്നന്ന് നടക്കുന്നത് അന്ന് എഴുതുക അല്ല ചെയ്യുന്നത്. ഇവിടുന്നെല്ലാം പോയതിനു ശേഷം 3-ാമത്തെ മിഷണറി യാത്രയായിട്ട് പൗലോസ് അപ്പോസ്തലൻ എഫെസോസിൽ എത്തിച്ചേരും. ആ എഫെസോസിൽ ഇരിക്കുമ്പോൾ ക്ലോവ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. കൊരിന്ത്യൻ ലേഡിയാണ്, കൊരിന്തുകാരിയാണ്. അവർക്ക് ഒരു ബിസിനസ്, ധനികയായ ഒരു ബിസിനസ്സുകാരിയാണ് ക്ലോവ. അവരുടെ ആൾക്കാരാലാണ് പോളിന് ഈ കൊരിന്തിലെ വിവരങ്ങൾ പിന്നീട് ലഭിക്കുന്നത്. അവിടുത്തെ വിഷയങ്ങൾ അറിഞ്ഞിട്ടാണ് കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. ഇത് 3-ാമത്തെ മിഷണറി യാത്രയിൽ താൻ വന്ന് എഫെസോസിലായിരിക്കുമ്പോഴാണ് കൊരിന്ത്യ ലേഖനം എഴുതുന്നത്. പോകെ മുന്നോട്ട് കൂടെ പോകുമ്പോൾ ഞാൻ അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ 1-ാമത്തെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് പോള് എഫെസോസിൽ ഇരുന്നുകൊണ്ട് അവരോട് പറയുക, നിങ്ങളുടെ ആ പിണക്കം മാറ്റുവാൻ ഞാൻ ശ്രമിച്ചതാ. നിങ്ങളുടെ ഇടയിലെ ആ ഭിന്നത മാറണമെന്ന് ഞാൻ നിങ്ങളോട് ആകുന്നത് ഉപദേശിച്ചതാണ്, പ്രബോധിപ്പിച്ചതാണ്. പക്ഷെങ്കിൽ ഇപ്പോഴും ആ ഭിന്നത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്നാരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കായാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തേഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതാണ് അവിടുത്തെ കോണ്ടെക്സ്റ്റ്. പോള് ഇവിടെ സ്നാനത്തിനോടുള്ള ബന്ധത്തിൽ ഇവരുടെ ഇടയിൽ നടക്കുന്ന ഭിന്നതയെ അഡ്രസ് ചെയ്യുകയാണ്. അവിടെ പറയുകയാണ്, ഞാന് ക്രിസ്പോസിനെയും ഗായോസിനെയും സ്തേഫാനോസിനെയും ഒഴികെ വേറെ ആരെയെങ്കിലും സ്നാനം കഴിപ്പിച്ചോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ കഴിപ്പിച്ചതായിട്ട് എനിക്കറിയത്തില്ല. പോള് കൊരിന്തിലിരിക്കുകയാണ്. ഏതാനും ചില വർഷങ്ങളുടെ വ്യത്യാസമേ ആയിട്ടുള്ളൂ. തനിക്ക് ഒരു 25 വർഷം മുമ്പ് സ്നാനം കഴിപ്പിച്ചവരെ വരെ നമ്മളെല്ലാവരും ഓർക്കും. എന്നാൽ പോള് പറയുകയാണ്, ഈ ഗായോസിനെയും ക്രിസ്പോസിനെയും സ്തേഫാനോസിന്റെ കുടുംബക്കാരെയും അല്ലാതെ ഞാൻ ആരെയെങ്കിലും സ്നാനം കഴിപ്പിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങളുടെ ഇടയിൽ ഈ ഭിന്നത ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ആ ഭിന്നത ഉണ്ടായിരിക്കുന്നത്? ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവരെ പേരെടുത്ത് പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. സ്നാനത്തിൽ കൂടി അല്ല രക്ഷ എന്നുള്ളത്. കാര്യം പോൾ അവിടെ വന്നിരിക്കുന്നതിനെ കർത്താവിന്റെ ക്രൂശ് പ്രസംഗിക്കാന്. ക്രൂശ് അല്ലാതെ വേറൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ക്രൂശ് മാത്രമാണ് പോളിന്റെ പ്രധാന പ്രസംഗ വിഷയം. അതിനായിട്ട് യേശു ക്രിസ്തു ആരാണെന്ന് അവതരിപ്പിക്കും. യേശു ക്രിസ്തു തിരുവെഴുത്തുകളിൽ കൂടി പറഞ്ഞിരുന്ന മശിഹയാണ്. ദൈവം നമുക്ക് പ്രോമിസ് ചെയ്തിരുന്ന മശിഹയാണ്. അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായിരിക്കുന്നു. ആ യാഗത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സന്ദേശം പോൾ അവരുടെ ഇടയിൽ അറിയിക്കുകയാണ്. പക്ഷെങ്കിൽ ഈ സ്നാനപ്പെട്ടവരൊക്കെ സ്നാനപ്പെടാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പത്രോസിന്റെ പക്ഷക്കാർ, യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാര്, ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നവരുടെ ഇടയിൽ സ്നാനമുണ്ട്. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെരുശലേമിൽ നിന്നും അവർ പഠിച്ചിട്ട് വന്നിരിക്കുന്ന ഉപദേശം അതാ. യെരുശലേമിൽ
പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ആ സ്നാനമേൽക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ല. കാര്യം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി, അതിനു വേണ്ടിയിട്ട് ആ സ്നാനം. അതുവരെ യാഗങ്ങളും പല കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. ഇവിടെ ആ സ്നാനത്തിനെ, ആ ഒരു സ്ഥാനം ഏറ്റെടുത്തിരിക്കുക. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്നത് അവർക്കൊരു അലംഘനീയമായ കൽപ്പനയാണ്. ആ കൂട്ടത്തിൽ തന്നെ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിൽ നിന്ന് വേറൊരു വിശ്വാസത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ സ്നാനം അത്യാവശ്യമാണ്. അവരെ സ്നാനം കഴിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാന സന്ദർഭമാണ് ഈ കൺവേർഷൻ. യഹൂദ മതാനുസാരിയായിട്ട് ഒരാൾ കൺവേർട്ട് ആകുവാണെങ്കിൽ അവിടെ സ്നാനം മസ്റ്റാണ്. ഒരുത്തിനും മാനസാന്തരം ഉണ്ടാവുക, ഒരു വീണ്ടും ജനനം, മനസ്സിൽ ഒരു മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞാൽ അവര് സ്നാനപ്പെടും. അതിനെല്ലാം ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ് സ്നാനം. ശിഷ്യത്വം സ്വീകരിക്കുക, അതായത് ഡിസൈപ്പിൾഷിപ്പ്, കർത്താവിന് വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെഡിക്കേറ്റഡ് ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ നിയോഗിക്കപ്പെടുക, ശുശ്രൂഷയ്ക്കായിട്ട് സിനഗോഗിൽ കയറുക, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് പുരോഹിതന്മാർ വേർതിരിക്കപ്പെടുക, ലേവ്യ നിയമപ്രകാരം ശുദ്ധീകരണത്തിനായി സ്നാനപ്പെടുക, വിവാഹ ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ സ്നാനപ്പെടുക. അതുപോലെ തന്നെ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾക്ക് ഇവരുടെ ഇടയിൽ സ്നാനത്തിന്റെ ആവശ്യമുണ്ട്. ഇവിടെ കർത്താവ് വേറെ അടിവരയിട്ട് അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇതെല്ലാം അലംഘനീയമായ കൽപ്പനയാണ്. ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും, അതായത് സകല ജാതീയ ദേശത്തും പോയി ഈ സത്യസുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരിക്കുക. അതുകൊണ്ട് അവർക്ക് സ്നാനം എന്ന് പറയുന്ന ഒരു പുതിയ വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കൺവേർഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ്. അതിലാർക്കും തന്നെ വലിയ തർക്കമില്ല. പക്ഷെ ഇവിടെ പ്രശ്നമായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഓരോരുത്തരുടെ ഗ്രൂപ്പുകാരെന്ന് പറഞ്ഞ് ഓരോ രീതിയിൽ അതിനെ മാറ്റുവാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം അറിയാം, ഇന്ന് 40,000-ലേറെ, ഏകദേശം 45,000-നും മേലെ ഡിനോമിനേഷനുകളായിട്ട് പിരിഞ്ഞിരിക്കുക. ഓരോ ഡിനോമിനേഷനുകളും ഓരോ രീതിയിലാണ് സ്നാനം പറഞ്ഞിരിക്കുന്നത്. ഓരോരോ രീതികളിലാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ശിശു സ്നാനമുണ്ട്, മുതിർന്ന സ്നാനമുണ്ട്, വിശ്വാസ സ്നാനമുണ്ട്. ഓരോ ടൈപ്പിൽ എങ്ങനെ സ്നാനപ്പെടുത്തണം, മലർത്തി മൂക്കണം, കമഴ്ത്തി മൂക്കണം, അതോ ഇരുത്തി മൂക്കണോ, 3 പ്രാവശ്യം മൂക്കണോ, 6 മൂക്കണം, എങ്ങനെ മൂക്കണം, എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മൂക്കണം, എവിടെ മൂക്കണം, തോട്ടിൽ മൂക്കണോ, കുളത്തിൽ മൂക്കണോ, ആറ്റിൽ മൂക്കണോ, തൊട്ടിയിൽ മൂക്കണോ, എല്ലാത്തിനും നിയമങ്ങൾ. ഇനി അതിനകത്തിൽ എന്ത് തളിക്കണം, എത്ര പ്രാവശ്യം മൂക്കണം, എന്തൊഴിക്കണം, ഇതിന്റെ എല്ലാം പേരിൽ വിഭജനം. അതുപോലെ ഒരു ഭയങ്കര ഡിവിഷൻസ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചാണ് പോൾ ഇവിടെ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോൾ അതിന്റെ അടുത്ത വാക്യം വരുമ്പോൾ പറയുന്നത്, എന്നെ സ്നാനം കഴിപ്പിക്കാനേ അല്ല കർത്താവ് അയച്ചിരിക്കുന്നത് എന്ന് പറയാൻ കാര്യം. ഈ സ്നാനപ്പെട്ടവർക്കൊക്കെ അത് അറിയാം, അവരിവിടെ രക്ഷിക്കപ്പെടുന്നത് സ്നാനത്താൽ അല്ല എന്നുള്ളത്. കാര്യം അവരൊക്കെ ഈ വിശ്വാസത്തിലുള്ളവരും സ്നാനത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്നവരാ. പോൾ ഇവിടെ സ്നാനത്തിന് ഒരു ഊന്നലും നൽകി പ്രസംഗിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പോളിന്റെ വിഷയം മുഴുവനും കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടിരിക്കുന്നതും കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യമാണ്. പോൾ ഇവിടെ 3 പേരെ സ്നാനപ്പെടുത്തിയതായിട്ട് പറയുന്നുണ്ട്, ക്രിസ്പോസിനെയും ഗായോസിനെയും സ്തേഫാനോസിന്റെ കുടുംബക്കാരെയും. ഞാൻ ഒരു വാക്യം അതൊന്ന് ഓർപ്പിക്കാനായിട്ട് കാണിക്കാം. സ്തേഫാനോസിന്റെ കുടുംബക്കാരെ കുറിച്ച് പറയുമ്പോൾ ഈ കൊരിന്ത് ലേഖനത്തിൽ നിന്നെ 16-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പോൾ പറയുന്ന ഒരു വാക്യം വളരെ പ്രസക്തമാണ്. 16-ാമത്തെ അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാൻ വായിക്കാം. അവിടെ പറയുന്നത് കണ്ടില്ലയോ, സഹോദരന്മാരെ, സ്തേഫാനോസിന്റെ കുടുംബം അക്കായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരാ അവരുമായിട്ട് യാതൊരു ഡിവിഷനുമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഗായോസുമായിട്ടോ ക്രിസ്പോസുമായിട്ടോ ഒന്നും യാതൊരു ഡിവിഷനുമില്ല. അവർക്കൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായവരാ. സ്തേഫാനോസിനെ കുറിച്ച് പോള് ഇത്രയും മറ്റവരെ വഴക്ക് പറഞ്ഞിട്ട് സ്തേഫാനോസിനെ കുറിച്ച് ഏറ്റവും സ്തുത്യർഹമായ ഒരു കാര്യമാണ് പറയുന്നത്. സ്തേഫാനോസിന്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലം. മനസ്സിലായോ? അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അവർക്ക് ലേഖനം എഴുതി അവസാനം നിർത്തുമ്പോൾ, കൊരിന്തിലെ ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുക, ഈ സ്തേഫാനോസിനെ പോൾ സ്നാനം കഴിപ്പിച്ചതാണ്. ആ സ്തേഫാനോസിന് അറിയാം സ്നാനത്തിൽ അല്ല രക്ഷ എന്നുള്ളത്.
താൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രൂശിലൂടെയും ക്രൂശിന്റെ വചനത്തിലൂടെയുമാണെന്നും തനിക്കും ക്രിസ്പോസിനും ഗായോസിനും ഒക്കെ നല്ലവണ്ണം അറിയാം. അവരൊന്നും അതിന്റെ പേരിൽ ഒരു ഭിന്നത ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇവിടെ ഭിന്നത ഉണ്ടാക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരെയാണ് പോൾ അഡ്രസ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഈ സ്നാനത്തെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഇതിന്റെ 14-ാമത്തെ വാക്യം കൊരിന്ത്യ ലേഖനം, ഞാൻ ഒരു വാക്യം കൊണ്ടു കാണിച്ചോട്ടെ. കൊരിന്ത്യ ലേഖനം 11-ാമത്തെ അധ്യായം, അതിന്റെ 14-ാമത്തെ വാക്യം ഞാനൊന്ന് കാണിക്കാം. ഇത് 11-ാമത്തെ വാക്യമാണ്. 14-ാമത്തെ വാക്യം. ഐ എം നോട്ട് ഷെയറിങ് ഇറ്റ്. ഒരു സെക്കൻഡ്. ചിലപ്പോഴെന്റെ ഈ മൗസ് പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ? 14-ാമത്തെ വാക്യത്തിൽ പറയും, ഐ താങ്ക് ഗോഡ് that I baptized none of you but Crispus and Gaius. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? അവിടെ പറയാം, ഐ താങ്ക് ഗോഡ് that I baptized none of you. ഞാൻ നിങ്ങളെ ഒരുത്തരെ സ്നാനം കഴിപ്പിക്കാത്തതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുക. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വിചാരിക്കുന്നു യോഹന്നാൻ സ്നാപകന് ഇത് പറയാൻ പറ്റുമോ? യോഹന്നാൻ സ്നാപകന് പറയാൻ പറ്റുമോ ഐ താങ്ക് ഗോഡ് that I did not baptize many of you എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിനെ വിട്ടിരിക്കുന്നത് ഈ സ്നാനം കഴിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇത് അലംഘനീയമായ കൽപ്പനയാണ്. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, പന്തിരുവരെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും, ഐ താങ്ക് ഗോഡ് ദാറ്റ് ഐ ഡിഡ് നോട്ട് ബാപ്റ്റൈസ്ഡ് എനിബഡി. അല്ലെ പത്രോസ് അപ്പോസ്തലന് പറയാൻ പറ്റുമോ ഐ താങ്ക് ഗോഡ് ദാറ്റ് നോബഡി കെയിം ടു മീ ഫോർ ബാപ്റ്റിസം, ഐ ഡിഡ് നോട്ട് ബാപ്റ്റൈസ് എനിബഡി എന്ന് ഇവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വള്ളി പുള്ളി വിടാതെ ഫോളോ ചെയ്യുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. ഇവിടെ പോൾ പറയുന്നത് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, അതിന്റെ 17-ാമത്തെ വാക്യം കണ്ടില്ലയോ? ഇവിടെ പോൾ പറയുന്നുണ്ടല്ലോ, ഫോർ ക്രൈസ്റ്റ് സെന്റ് മീ നോട്ട് ടു ബാപ്റ്റൈസ്. ഞാൻ അധികം പേരെ ബാപ്റ്റൈസ് ചെയ്തിട്ടില്ലെന്നല്ല പറയുന്നത്. പോൾ പറയാ, ഫോർ ക്രൈസ്റ്റ് സെന്റ് മീ നോട്ട് ടു ബാപ്റ്റൈസ് ബട്ട് ടു പ്രീച്ച് ദ ഗോസ്പൽ. കർത്താവ് അയച്ചവര് മുഴുവനും പേരും ആയിരങ്ങളോട് എഴുന്നേറ്റ് പ്രസംഗിക്കുക, നിങ്ങളെ സ്നാനത്തിൽ കൂടെ അല്ലാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്നാനമേൽപ്പീൻ. അതെന്റെ 1-ാമത്തെ ചടങ്ങ്. എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടത്തുള്ളൂ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ നിത്യശിക്ഷാവിധിയിലാവപ്പെടും. അത്ര കഠിനമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യത്തെയാണ് പോൾ ഇവിടെ പറയുന്നത്, ഫോർ ക്രൈസ്റ്റ് സെന്റ് മീ നോട്ട് ടു ബാപ്റ്റൈസ്. ഇത് എങ്ങനെ പൗലോസ് അപ്പോസ്തലന് പറയാൻ പറ്റും? അതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആണ്. അവരെ അയച്ചതിന് ശേഷം ദൈവം അയച്ചിരിക്കുന്നതും സ്വർഗീയ പദ്ധതി പ്രകാരം കർത്താവിന്റെ ക്രൂശിലൂടെയുള്ള രക്ഷ വെളിപ്പെടുത്താൻ അയക്കപ്പെട്ടിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് താൻ പറയുന്നത്, Christ sent me not to baptize but to preach the gospel, not with the wisdom of words, lest the cross of Christ should be made of none effect. കർത്താവിന്റെ ക്രൂശ് വ്യർത്ഥമായി പോകാതിരിക്കേണ്ടതിന്. ഇവിടെ സ്നാനത്തിൽ കൂടെ ആൾക്കാർ ആരൊക്കെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നതിന് ഒരു അർത്ഥമില്ലാതെ പോവുക, ക്രൂശ് വ്യർത്ഥമായി പോവുകയാണ്. ക്രൂശിലൂടെ നിറവേറിയിരിക്കുന്ന ആ പരമയാഗം, ഈ ഉലകത്തിന്റെ മുഴുവനും വില കൊടുത്ത് അതിനെ വീണ്ടെടുത്തിരിക്കുന്ന ആ മഹായാഗം വ്യർത്ഥമായി പോവുക. അതുണ്ടാകാതിരിക്കാൻ അപ്പോൾ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്, നിങ്ങൾ ഓരോരുത്തരും സ്നാനത്താൽ ഓരോരുത്തരും രക്ഷിക്കപ്പെടുന്നു. എന്നെ ഇന്നാര് സ്നാനപ്പെടുത്തി, ഞാൻ ഇന്നാരുടെ ഗ്രൂപ്പിലാണ്, ഞാൻ മറ്റാളുടെ ഗ്രൂപ്പിലാണെന്ന് പറയുമ്പോൾ പോൾ ചോദിക്കുക, നിങ്ങള് എങ്ങനെ ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു? പോൾ നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? വേറെ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ കർത്താവിനെ അയച്ചിരിക്കുന്നത് എന്ന് പോൾ അത്ര ദൃഢമായിട്ട് ഇവിടെ പറയുവാനുള്ള കാരണം ഇത്. ഈ ഒരു വിഷയം വളരെ ലൈറ്റായിട്ട് വളരെ സ്നേഹമായിട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഇതിനു മുമ്പ് ലോകത്തിൽ പ്രസംഗിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യമാണ്. പന്തിരുവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യമാണ്. അവരോട് കർത്താവ് മടങ്ങി വരുന്നത് വരെ ഉത്സാഹത്തോട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുവാനുള്ള ഗ്രേറ്റ് കമ്മീഷൻ കർത്താവ് കൊടുത്തിരിക്കുക. അതുകൊണ്ട് ന്യായമായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ തോന്നാം, അതാണ് ശരിയെന്ന് തോന്നാം. എന്നാൽ അതിനുശേഷം അവരുടെ വീഴ്ച നിമിത്തം അവരുടെ പുസ്തകങ്ങൾ പഠിച്ചാൽ നമുക്ക് കാണാം 1, 2, 3, 4, 5, 6 അധ്യായങ്ങളിൽ എന്താണ് നടക്കുന്നതെന്ന്. മഹാപുരോഹിതനാകട്ടെ, ശാസ്ത്രിമാരാകട്ടെ, പരീശന്മാരാകട്ടെ, ഇവരാരും ഈ രക്ഷയിലേക്ക് വരുന്നില്ല. മറിച്ച് 7-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനായിരുന്ന സ്തെഫാനോസിനെ എറിഞ്ഞ് കൊല്ലുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ തേജസ് യെരൂശലേം വിട്ടു പോവുക, ഇസ്രായേലിൽ നിന്നും ഇറങ്ങി പോവുക. അവിടെ ഒരു കാര്യങ്ങളും പിന്നെ നടക്കുന്നില്ല, മുഴുവനും ഇസ്രായേലിന്റെ വെളിയില.
ഒരാളെ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിക്കുക, അതും ഇസ്രായേലിന്റെ വെളിയിലാണ്, അന്ത്യോക്യയിലാണ്, സിറിയയിലാണ്, ഒരു ജാതികളുടെ മണ്ണിൽ വന്നതിന് ശേഷമാണ്. ലോകം മുഴുവനും പിന്നെ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ ദൈവം ലോകത്തെ മുഴുവൻ രക്ഷിക്കുക, മറഞ്ഞു കിടന്ന ഒരു സ്വർഗീയ മർമ്മം വെളിപ്പെടുക, അവിടുത്തെ പ്രമാണങ്ങളും അവിടുത്തെ ഉപദേശങ്ങളും കംപ്ലീറ്റ് മാറിയിരിക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നുള്ള സ്വർഗീയ സുവിശേഷം പ്രസംഗിക്കപ്പെടുക. അതിനുവേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിരിക്കുക, ആ പരിശുദ്ധാത്മാവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ആ സുവിശേഷം ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുക. അത് പ്രസംഗിക്കാനാണ് പോൾ ഇവിടെ കൊരിന്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഈ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ ഒരു നമ്മുടെ ബുക്കിൽ ഒരു ഭാഗം ചിന്തിച്ചു. ഞാൻ അതൊന്നൊന്ന് പ്രൊജക്ട് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് വീണ്ടും അതുകൊണ്ട് റിഫ്രഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഗ്രേറ്റ് കമ്മീഷൻ, ദ ന്യൂ കമ്മീഷൻ, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. ഇവിടെ നമ്മൾ പഠിച്ച ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഉണ്ട്. കഴിഞ്ഞ ബൈബിൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു വന്നപ്പോൾ മിനിസ്ട്രി ഓഫ് റീകൺസിലിയേഷൻ, അതായത് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യൻസ് 5-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൂടെ നമ്മളെ അറിയിക്കുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവ് കാൽവറിയിൽ യാഗമാകുന്നു. ആ കാൽവറിയിലെ വിശ്വാസത്താൽ ലോകത്തിന്റെ പാപങ്ങളെ കണക്കിടാതെ ലോകത്തെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിങ്കിലേക്ക് നിരപ്പിക്കുന്നു. ആ നിരപ്പിന്റെ ശുശ്രൂഷ ഇന്നത് ആർക്കും പ്രാപിക്കുവാൻ കഴിയാവുന്ന രീതിയിൽ ആ നിരപ്പിന്റെ ശുശ്രൂഷ അത് അറിയിക്കുവാൻ ദൈവം നമ്മളെ സ്വർഗത്തിന്റെ അംബാസിഡേഴ്സായി നിയമിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന് വേണ്ടി ലോകത്തോടെ ഈ സുവിശേഷത്തെ അറിയിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാണ് നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചപ്പോൾ ഇത് പഠിച്ചു. ന്യൂ കമ്മീഷൻ, ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. ഇവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഞാനൊന്ന് വായിക്കാം, നിങ്ങളുടെ ഒന്ന് മെമ്മറി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. പ്രയർ ടു ഹിസ് അസെൻഷൻ, കർത്താവിന്റെ ഉയർപ്പിന് മുൻപ് Christ gave his apostles what has been called the Great Commission. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പായിട്ട് അവർക്ക് ആ മഹാദൗത്യം അവർക്ക് കൊടുത്തു. ആ മഹാദൗത്യമാണ് പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്ന് പറയുന്ന ആ ഒരു ദൗത്യം. He instructed them that beginning at Jerusalem, then Judea, then Samaria, the land of areas promised to Israel. ഇവിടെ എല്ലാം പോയി സുവിശേഷം അറിയിക്കണം. എവിടെ തുടങ്ങണം? യെരുശലേമിൽ തുടങ്ങണം. പിന്നെ യഹൂദിയ മുഴുവനും, പിന്നെ ശമരിയ, അതായത് മേലത്തെ ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുക. ഒന്ന് സൗത്തേൺ കിങ്ഡം എന്നും നോർത്തേൺ കിങ്ഡം എന്നും. ആ നോർത്തേൺ കിങ്ഡത്തിന്റെ ക്യാപിറ്റലാണ് ശമരിയ എന്ന് പറയുന്നത്. അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഭാഗം മുഴുവനും യെരുശലേമിൽ ആദ്യം പ്രസംഗിക്കണം, യെരുശലേം മുഴുവൻ വീണ്ടെടുക്കപ്പെടണം, അതിനുശേഷം യഹൂദ മുഴുവനും രക്ഷിക്കപ്പെടണം, അതിനുശേഷം ശമരിയ മുഴുവനും രക്ഷിക്കപ്പെടണം. ഇത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് the land areas promised to Israel. ഇതാണ് ഇസ്രായേലിന് വാഗ്ദത്തം കൊടുത്തിരുന്ന ദേശത്തെ കുറിച്ചായി പറയുന്നത്. അതിനുശേഷം ആൻഡ് ഫൈനലി ഓൾ നേഷൻസ്, ദുനിയയിൽ എല്ലായിടത്തും പോകണം. കാര്യം അവർ ലോകം മുഴുവനും ചിതറിക്കിടക്കുകയാണ്. They were to go and teach men to observe all things whatsoever I have commanded you. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. ഇതായിരുന്നു കർത്താവ് അവരോട് പറഞ്ഞത്. This would mean the truth about the kingdom being at hand. എന്താ പ്രസംഗിക്കേണ്ടത്? സ്വർഗരാജ്യം നിങ്ങളുടെ കൈക്കലായിരിക്കുന്നു, നിങ്ങൾ അതിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പ്രസംഗിക്കണം. ഇതാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മുഴുവനും പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വുഡ് ഓൾസോ ഇൻക്ലൂഡ് ദ ലോ, അതായത് നിങ്ങൾ ന്യായപ്രമാണം ഫോളോ ചെയ്യണം പരിപൂർണമായിട്ട്. അതിലൊരു വള്ളിയോ പുള്ളിയോ മാറിപ്പോകത്തില്ല. അതിനെ നീക്കുവാനല്ല, അതിനെ നിവർത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം. ഇൻ ദിസ് കമ്മീഷൻ ക്രൈസ്റ്റ് സെൻഡ് them to baptize for this remission of sins. അവരുടെ പാപങ്ങളുടെ മോചനത്തിനായി ക്രൈസ്റ്റ് സെൻഡ് them to baptize for the remission of sins. കർത്താവ് അവരെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടുത്തുവാനായിട്ട് അയക്കുക. He said, he that believeth and is baptized shall be saved. കർത്താവ് പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. And that is what was preached in early Acts. അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ അധ്യായങ്ങളിൽ മുഴുവനും പ്രസംഗിച്ചിരുന്നത് ഇതാണ്. He that believeth and is baptized shall be saved. നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടണം. ഈ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത്. അടുത്ത പാരഗ്രാഫിൽ പറയുക, ഇൻ കോൺട്രാസ്റ്റ് പോൾ സെയ്സ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോൾ എന്താണ് പറഞ്ഞത് നോക്കുക. ക്രൈസ്റ്റ് സെൻഡ് മീ നോട്ട് ടു ബാപ്റ്റൈസ്. പോൾ പറയാണ്, കർത്താവ് എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചത്. While Paul did baptize a few people prior to receiving the full revelation of the mystery. പൗലോസ് അപ്പോസ്തലന് ഈ മറഞ്ഞിരുന്ന മർമ്മത്തെ കുറിച്ചുള്ള ഒരു പൂർണ്ണ വെളിപ്പാട് ലഭിക്കുന്നതിന് മുൻപ് ഒരു ചിലരെ താൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. Once that revelation was complete, പൂർണ്ണമായിട്ട് ആ റെവലേഷൻ ലഭിച്ചതിന് ശേഷം he stopped baptizing.
ഈ അപ്പോസ്തല പ്രവൃത്തികൾ 18-ലെ 8-ാമത്തെ വാക്യത്തിന് ശേഷം പോൾ ഒരു മനുഷ്യനെയും പിന്നെ സ്നാനപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം ഒരുത്തരെ സ്നാനപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണത്തില്ല. ഈ 8-ാമത്തെ വാക്യം കഴിഞ്ഞ് 9-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് പോളിനോട് ഇടപെടുന്നത്. രാത്രിയിൽ ദർശനത്തിൽ പറയുന്നത് മിണ്ടാതിരിക്കരുത്, നീ ശക്തമായിട്ട് പ്രസംഗിക്കാന്നൊക്കെ പറയുന്ന കർത്താവിന്റെ അടുത്ത ദർശനം ഉണ്ടാകുന്നത്. അതിനുശേഷം പോൾ ഒരു മനുഷ്യരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. In his epistle we find that believers today have a spiritual baptism that has replaced water baptism. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനമല്ലാതെ വെള്ളത്താലുള്ള ഒരു സ്നാനം ഇന്ന് നിലനിൽക്കുന്നില്ല. പോളിന്റെ 13 ലേഖനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അതിൽ കൂടെ പരിശുദ്ധാത്മാ സ്നാനം, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. For by one spirit are we all baptized. നമുക്ക് ഒരേ ആത്മാവിനാലുള്ള ബാപ്റ്റിസത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ പാരഗ്രാഫിൽ പറയാം, in addition the Lord sent Paul to preach that Christ is the end of the law for righteousness to everyone that believeth, so that we are not under the law but under the grace. ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോൾ പറയുക, ഇതുകൊണ്ട് ന്യായപ്രമാണം കർത്താവിന്റെ അതോടുകൂടി അവസാനിച്ചിട്ട് ഇവിടെ പറയുകയാണ്, ക്രൈസ്റ്റ് നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. ഒരു പുതിയ സ്വർഗീയ പദ്ധതി ഇവിടെ അൺഫോൾഡ് ആയിരിക്കുക. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുടെ ഇടയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കൊരിന്തിൽ ശുശ്രൂഷിക്കുന്നത്. കൊരിന്തിൽ നിന്നല്ല, ഇന്ന് നമ്മളും ശുശ്രൂഷിക്കുന്നത് അവരുടെ ഇടയിലാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള നമ്മുടെ മുന്നിലെ ചലഞ്ച് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറിയാൻ വയ്യാത്ത ജനമാണ് നമ്മുടെ മുന്നിലുള്ളവർ മുഴുവനും. ഇവരാരും അറിയാനുള്ള താല്പര്യവും കാണിക്കത്തില്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക. പൗലോസ് അപ്പോസ്തലനെ നിങ്ങളൊന്ന് നോക്കിക്കേ. അദ്ദേഹത്തിന് അറിവിന്റെ കുറവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ന്യായപ്രമാണത്തിനെ കുറിച്ചോ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അറിവിന്റെ എന്തെങ്കിലും കുറവുള്ളവൻ ആളായിരുന്നോ? ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് തന്റെ ചെറുപ്രായം മുതൽ താൻ ഇത് അഭ്യസിച്ചിരിക്കുന്നവന്, ഈ തിരുവെഴുത്ത് മുഴുവനും പഠിച്ചിരിക്കുന്നുണ്ട്. അതിലെ നീതി നിമിത്തം അനിന്യന്. തനിക്ക് ഇതിനകത്തിൽ അറിവില്ലായ്മ കൊണ്ടല്ല യേശുക്രിസ്തുവിനെ മനസ്സിലാകാഞ്ഞത്. പക്ഷെ തന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് മാതിരി ഒരു സംഗതി വീഴുന്നത് നിങ്ങൾ കണ്ടോ? തന്നെ ദൈവം പിടിക്കുമ്പോൾ, ദമസ്കോസിൽ വെച്ച് പിടിക്കുമ്പോൾ തന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് മാതിരി എന്തോ വീഴുക. ഈ ചെതുമ്പലാണ് ഇന്ന് നമ്മളെ മൂടിയിരിക്കുന്നത്. ഇന്ന് ക്രിസന്റത്തെ മുഴുവനും മൂടിയിരിക്കുന്നത് ഈ കണ്ണിലെ ചെതുമ്പല. കാര്യങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ടോ അല്ല, പക്ഷെന്നുണ്ടെങ്കിൽ ഈ ചെതുമ്പൽ ഇരിക്കുന്നത് കാരണം ഈ സ്വർഗീയ മർമ്മം നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കാര്യം പാരമ്പര്യങ്ങളുടെയും പിതൃ സമ്പ്രദായങ്ങളുടെയും ചെതുമ്പൽ ഇങ്ങനെ മൂടിയിരിക്കുക. എത്ര ക്ലിയർ ആയിട്ട് ബൈബിളിൽ ഇത് വായിച്ചാലും ശരി, പറഞ്ഞു കൊടുത്താലും ശരി, അവർക്ക് അതിനൊരു ആൻസർ കിട്ടുന്നില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായാലും അവർ പറയുന്ന ഭാഗം ശരിയല്ല, ഒരു കൺവിൻസിങ് ആയിട്ട് ഒരു ഭാഗം അവർക്കില്ല. പിന്നെ എന്തിലാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിതാക്കന്മാരുടെ സമ്പ്രദായം കഴിഞ്ഞ 2000 വർഷമായിട്ട് ആൾക്കാർക്ക് ഇത് അറിയത്തില്ലായിരുന്നു എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കൊരു ചോദ്യം സിമ്പിളായിട്ട് ചോദിക്കാനുണ്ട്. ഈ എത്ര നാളായി ഈ കാര്യങ്ങൾ മനസ്സിലായിട്ട് താങ്കൾക്ക്, അല്ല താങ്കളുടെ പിതാക്കന്മാർക്ക് എത്ര കാലമായി ഇത് മനസ്സിലായിട്ട്? അതിന് മുമ്പുണ്ടായിരുന്ന 1900 വർഷം എന്തായിരുന്നു അവർ ചെയ്തിരുന്നത്? അപ്പൊ അവരോടൊന്നും കണക്ക് പറയണ്ട, അതിനൊന്നും കണക്ക് പറയണ്ടായോ? ഇപ്പോൾ ഗേറ്റ് മിനിസ്ട്രീസ് വന്നിട്ട് വേണോ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകാമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇത് മനസ്സിലായത്? 100 വർഷമല്ല ആയിട്ടുള്ളൂ മനസ്സിലായിട്ട്, അല്ലെങ്കിൽ 200 വർഷം. അതിന് മുമ്പ് എവിടെയായിരുന്നു താങ്കള്? 1800 വർഷം എന്താ സംഭവിച്ചത്? വല്ല പിടിയുണ്ടോ എന്താ സംഭവിച്ചതെന്ന്? ആയിരക്കണക്കിന്, 10,000-കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങളെയാണ് ഈ മണ്ണിനടിയിൽ അയച്ചിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കുവാൻ കഴിയാതെ പിതാക്കന്മാരുടെ സമ്പ്രദായം, പിതൃ സമ്പ്രദായങ്ങൾ, പാരമ്പര്യങ്ങൾ, മലയാളത്തിൽ ഇതൊന്ന് എഴുതി ലഭിക്കാൻ തന്നെ എത്രമാത്രം പാടുപെട്ടു എന്നുള്ളത് അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും ദൈവത്തിനും അറിയാം. ഇതിനെ ഒന്ന് മലയാളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഭാഷയിലോ ഒക്കെ മാറ്റാനായിട്ട് എത്രമാത്രം പാടുപെട്ടു എന്നുള്ളത്. ഇംഗ്ലീഷിൽ ലഭിച്ചതിന് ശേഷം അതിനെ എത്രമാത്രം പാടുപെട്ടാണ് മറ്റു ഭാഷകളിലേക്ക്, മലയാളത്തിലേക്കൊക്കെ എഴുതി ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 1970-കൾക്ക് ശേഷമാണ് ഇത് ഒരുമാതിരിപ്പെട്ട വീടുകളിലൊക്കെ കേരളത്തിൽ അവൈലബിൾ ആയതെന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഒരു ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ അതും 2-3 വീടുകളിലൊക്കെയാണ് ഒരു ബൈബിൾ ഉള്ളത്. അത് ഉള്ളതിലും ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഇതിൽ ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കും, അതെടുത്ത് തലേണയുടെ കീഴിൽ വെക്കും എന്നുള്ളതല്ലാതെ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്നോ ഇത് പഠിക്കണമെന്നോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഉപദേശം ശരിയാണോ എന്ന് ഇതുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരൊന്നും ആരുമില്ല. താല്പര്യം പോയിട്ട് ഒരു നല്ല മുണ്ട് ഉടുക്കാനില്ല, കുറിമുണ്ടെന്നാ പറയുന്നത്, കുറിയാണ്ട്. ആ കുറിമുണ്ട് കൊടുത്ത് പുരയിടത്തിലെ പണിയും ചെയ്ത്
അങ്ങനെ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിച്ച ക്രിസ്ത്യാനികളായി വന്നവരാ. നമുക്ക് ഒത്തിരി വീരവാദമൊന്നും ഈ വിഷയത്തിൽ പറയാൻ ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് വചനത്തിന്റെ മുമ്പിൽ നാം വചനം കേൾക്കുമ്പോൾ, ഞങ്ങളങ്ങ് പണ്ട് 2000 ഞങ്ങള് തോമസ് അപ്പോസ്തലന്റെ ആൾക്കാരായിരുന്നു എന്ന് പറയുമ്പോൾ അല്പം കൂടെ ഒന്ന് നിന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മൂക്കിൽ നിന്ന് ശ്വാസം പോയി കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്കാണ് പോകാൻ പോകുന്നത്. അതിന് താല്പര്യമാണെന്നുണ്ടെങ്കിൽ തോമസ് അപ്പോസ്തലന്റെ കൂടെ കൂടുന്നതിൽ തരക്കേടില്ല. ഇനി അല്ല, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുക. ദൈവവചനത്തെ, ഞാൻ ഈ വചനം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരോട് പറയുക, ഒരല്പം എങ്കിലും ദൈവസ്നേഹം നിങ്ങൾക്കൊക്കെ ബാക്കി നിപ്പുണ്ടെങ്കിൽ ദൈവവചനത്തെ യഥാർത്ഥമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും, ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തലതിരിച്ച് അവരെ പറഞ്ഞ് നിങ്ങളുടെ ഉപദേശത്തിൽ നിർത്തുന്നതിനിടയാക്കാതെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാൻ, ഇതിനെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും. കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം നിൽക്കേണ്ടതായിട്ട് വരും എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകല്ല, വിസ്മരിക്കരുത്. ഓരോരുത്തരും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ബൈബിൾ ടീച്ചേഴ്സ് ഉണ്ട്. അവരൊക്കെ എന്ത് പറഞ്ഞാലും അതങ്ങനെ വിശ്വസിക്കാനിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെത്രമാത്രം ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം, കർത്താവിനോട് എത്രമാത്രം കടപ്പാടുള്ളവരാണ്, കണക്ക് കൊടുക്കേണ്ടുന്നവരാണ് എന്നുള്ള ആ ഒരു സത്യം അവർ വിസ്മരിക്കാതിരുന്നാൽ കൊള്ളാം എന്ന് ഞാൻ ഓർപ്പിക്കുക. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ആൾക്കാരെ സ്നാനപ്പെടുത്തി എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പോൾ പറയുന്നത്, ഞാൻ ചുരുക്കം പേരെ, അതായത് ക്രിസ്പോസിനെയും ഗായോസിനെയും സ്നാനപ്പെടുത്തി. ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന വിഷയം ആക്ച്വലി ഇവർ പറയുന്ന കാര്യങ്ങളാ ഫോളോ ചെയ്തിരുന്നുണ്ടെങ്കിൽ എത്ര ആയിരം പേരെ സ്നാനപ്പെടുത്തണമായിരുന്നു. നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര ആയിരം പേരെ പോൾ സ്നാനപ്പെടുത്തണം. കാര്യം പോൾ കൂടെ ഏകദേശം 25,000-ലേറെ കൊരിന്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടതായിട്ട് രേഖകളുണ്ട്. വേദപണ്ഡിതന്മാരുടെ ബുക്കുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. 25,000-ലേറെ രക്ഷിക്കപ്പെട്ട ഒരു കൊരിന്തിൽ തന്നെ ഉണ്ടായിരുന്നു. എത്ര ആയിരം പേരെ പോൾ രക്ഷിക്കപ്പെടുത്തണമായിരുന്നു. തെസ്സലോനിക്കയിലും ഫിലിപ്പിയിലും ഈ ഗലാത്തിയ സഭകൾ എന്നാ പറഞ്ഞത്. എത്രയോ സഭകളാ ഗലാത്തിയിൽ ഉണ്ടായിരുന്നു എന്നറിയാം. എത്ര പേരെ പോൾ സ്നാനപ്പെടുത്തണമായിരുന്നു. നിങ്ങൾ ഇവിടെ ശരിക്കും കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കേണ്ടുന്ന വിഷയം, എന്തുകൊണ്ട് പോൾ സ്നാനപ്പെടുത്തിയില്ല? 3 പേരുടെ പേരെ പറയുന്നില്ല. ഞാൻ ക്രിസ്പോസിനെയും ഗായോസിനെയും സ്തേഫാനോസിനെയും അല്ലാതെ വേറെ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട്? അതാണ് ഇവിടുത്തെ പ്രസക്ത വിഷയം. നിങ്ങൾ ശരിക്കും ഈ കാര്യത്തെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് പോൾ സ്നാനപ്പെടുത്തിയില്ല? പോളിനോട് കർത്താവിനെ ധിക്കരിക്കുന്ന ആളാ പോള്? അല്ലെന്നുണ്ടെങ്കിൽ പോളൊരു നല്ല പാസ്റ്റർ അല്ലാഞ്ഞിട്ടാ സ്നാനപ്പെടുത്താഞ്ഞേ? അല്ലെങ്കിൽ പോളിന്റെ കൂടെ വേറെ ഒരു പരിവാരം ആൾക്കാരുണ്ട്, പോൾ ഇങ്ങനെല്ലാം പറഞ്ഞിട്ട് കൊടുക്കും, അവരിറക്കി സ്നാനപ്പെടുത്തും, അതാണെന്നാ പറയുന്നത് എന്നാ ജനം വിശ്വസിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികളും ക്രിസ്തീയ സഭകളും പറഞ്ഞ് ആശ്വസിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ അല്ല. ഇവിടെ പോളിന്റെ കൂടെ ഒരുത്തരുമില്ല. സ്നാനപ്പെടുത്താനാണെന്നെങ്കിൽ ആറ്റിൽ നിന്നും തോട്ടിൽ നിന്നും കയറാൻ കഴിയാത്ത നിലയിൽ സ്നാനപ്പെടുത്തണമെന്ന ആളാ. പിന്നെ എന്തുകൊണ്ട് സ്നാനപ്പെടുത്തിയില്ല? അതാ ഇവിടുത്തെ ആക്ച്വലി പ്രസക്തമായ ചോദ്യം. 3 പേരെ താൻ സ്നാനപ്പെടുത്തിയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് റിസർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് പോൾ സ്നാനപ്പെടുത്താഞ്ഞത്, എന്തുകൊണ്ടാണ് പോൾ പറയുന്നത് എന്നെ സ്നാനം കഴിപ്പിക്കാൻ അല്ല അയച്ചതെന്ന് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ആ ഒരു വിഷയത്തിലാണ് ഇവിടെ നടക്കുന്ന തർക്കം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് തൽക്കാലം മാറുകയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തലപ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യമായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചു നിർത്തിയത്. അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ 6-ാമത്തെ വാക്യം, അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവിടം വിട്ട് തീത്തോസ് യൂസ്തോസ് എന്നൊരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. ഇവിടെ ഈ പള്ളിയോട് എന്നൊക്കെ പറയുന്നത് യെരുശലേം ദേവാലയമാണ്, സിനഗോഗാണ്, അതിനോട് ചേർന്നിരുന്നു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനമേറ്റു. ഇവിടെ കൊണ്ട് സ്നാനം തീരുക. ഇതിനുശേഷം നിങ്ങൾക്ക് പൗലോസിന്റെ പ്രവൃത്തിയിൽ കൂടെയുള്ള ഒരു സ്നാനങ്ങൾ നിങ്ങൾക്ക് കാണത്തില്ല. ഇതിനുശേഷമാണ് കർത്താവ് രാത്രിയിൽ പൗലോസിനോട് ഇടപെടുന്നതായിട്ടും അടുത്ത വചനത്തിൽ പറയുന്നത്, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത് എന്നൊക്കെ പറയുന്ന ഭാഗം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്പോസിനെയും ഗായോസിനെയും ഒക്കെ പോള് സ്നാനം കഴിപ്പിച്ചുവെങ്കിലും അവർക്ക് സ്നാനത്തിലൂടെയാണ് രക്ഷ എന്നൊരു വിശ്വാസമില്ലായിരുന്നു. അവര് അതിന്റെ ഭാഗമായിട്ട്, വിശ്വാസത്തിന്റെ ഭാഗമായിട്ട്, രക്ഷിക്കപ്പെടുന്നവര് കൺവേർട്ട് ആകുന്നതിന്റെ ഭാഗമായിട്ട് ലിഡിയ സ്നാനപ്പെട്ടതുപോലെ
പലരും സ്നാനപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇവരും ഇവിടെ സ്നാനപ്പെട്ടിട്ടുണ്ട്. അതിനെ പോളും മുടക്കിയിട്ടില്ല, വിലക്കിയിട്ടില്ല. കാര്യം വിലക്കേണ്ടുന്ന ഒരു ആവശ്യം അന്ന് വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. സ്നാനത്തിലൂടെയാണ് രക്ഷ എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് കാണുമ്പോഴാണ് പോൾ അതിനെ വിലക്കുന്നത്. കൊരിന്ത്യർ അനേകർ വചനം കേട്ടു, വിശ്വസിച്ചു. അടുത്ത വാക്യം, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ നമ്മൾ ഒന്നൊന്ന് ശ്രദ്ധിച്ചു പോകണം. 5 കാര്യങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്. പോളിനോട് പറയുകയാണ്. ഇതേ കാര്യം തന്നെയാണ് ഇന്ന് കർത്താവ് നമ്മളോടും പറയുന്നത്. ഈ വചനവുമായിട്ട് നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്നത് പോളിനോട് പറഞ്ഞ അതേ ഇൻസ്ട്രക്ഷനാ കർത്താവ് നമുക്കും തരുന്നത്. ഇത് തന്നെയാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാര്യം ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് അന്ന് പ്രസംഗിക്കുവാനായിട്ട് ഉത്സാഹിപ്പിച്ച ദൈവം ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കുക. നമ്മളോട് പറയുകയാണ്, ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രശ്നമുണ്ടെങ്കിൽ മിണ്ടാതിരിക്കരുത്. അടുത്ത വാക്യം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് എന്ത് അഷുറൻസാണ് നമുക്ക് വേണ്ടുന്നത്? ഇതിന്റെ അപ്പുറത്ത് വേറെ എന്ത് സപ്പോർട്ടാണ് നമുക്ക് വേണ്ടുന്നത്? കർത്താവ് നമ്മളോട് പറയാം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അന്ന് പോൾ പ്രസംഗിക്കുന്ന ആ പട്ടണമാണ്. ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്നത് സൂം കണക്റ്റിലൂടെ, യൂട്യൂബിലൂടെ. കാനഡ മുതൽ ന്യൂസിലാൻഡ് വരെയുള്ള ജനങ്ങൾ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുക. ആയിരങ്ങൾ ഈ സത്യം മനസ്സിലാകുക. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതിന്റെ 101% ഉറപ്പാണ് ഈ വാക്യങ്ങളിൽ കൂടെ ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. മിണ്ടാതിരിക്കരുത്. സത്യമായിട്ട് ഈ വചനത്തെ അനേകരിൽ എത്തിക്കുവാൻ നാം ഇതിനു വേണ്ടി വായി തുറക്കുന്നത് കർത്താവ് കാണുക. ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ദൈവം. പ്രയാസങ്ങൾ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷെ കർത്താവ് നമ്മളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ഫലം തരുന്നത് ദൈവമാണ്. അടുത്ത വാക്യം, അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഏകദേശം 1 ആണ്ടും 6 മാസവും 18 മാസം അവിടെ ശുശ്രൂഷിച്ചതിന് ശേഷം താൻ അവിടെ നിന്നും മടങ്ങി പോവുകയാണ്. ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഗല്ലിയോൻ അടുത്ത 12ാമത്തെ വാക്യത്തിലേക്ക് അടക്കുകയാണ്. അവിടെ പറയാണ്, ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റു അവനെ ന്യായാസനത്തിന് മുമ്പാകെ കൊണ്ടുചെന്നു. ഈ ഗല്ലിയോൻ എന്ന് പറയുന്നത് റോമൻ ഗവർണർ, അതായത് അഖായ, ഈ ഗ്രീസിന്റെ താഴത്തെ ഭാഗം, സൗത്തേൺ ഗ്രീസ്, അഖായ, അവിടുത്തെ ഗവർണർ ആയിരിക്കുന്നത് ഈ ഗല്ലിയോൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഇവര് പൗലോസിനെ വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. ആരായി കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? യഹൂദന്മാരാ. ഈ ഒരു പ്രശ്നം അവരെന്തുകൊണ്ടാ പോകാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്കിത് മനസ്സിലായി, പോൾ പറയുന്നത് ന്യായപ്രമാണം അല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അവിടുത്തെ ചില ദിവസത്തെ പ്രസംഗമായി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി പോൾ പറയുന്നത് ന്യായപ്രമാണമല്ല, ആ ന്യായപ്രമാണത്തിലൂടെയുള്ള ഒരു രക്ഷയല്ല, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് എത്ര അധീനരായിരിക്കുന്നു എന്നാണ് പോൾ പറയുന്നത്. അത് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ചോദിക്കുകയാണ്, അവർ പറയുകയാണ്, ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം ഒന്ന് എടുത്തു നോക്കണം. അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാമത്തെ അധ്യായം, ഞാൻ അത് എടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ല. അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പൗലോസ് ഈ പന്തിരുവരോട് നടന്ന ശുശ്രൂഷയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പന്തിരുവർ പോളിനോട് പറയുന്ന ഒരു ഭാഗമാണ്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരം ഉണ്ടെന്ന് നീ കാണുന്നല്ലോ, അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. അവരെല്ലാവരും ദേ ആർ ഓൾ zealous ഓഫ് ദ ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. അവർ ന്യായപ്രമാണം പ്രസംഗിക്കുന്നവരാണ്. അവരുടെ അടിസ്ഥാനവും അവർ നിലനിൽക്കുന്നത് ന്യായപ്രമാണത്തിന്റെ ഉപദേശത്തിലാണ്. അവരൊന്നും അതിൽ നിന്നെങ്ങും മാറിയിട്ടില്ല. പോൾ പറയുന്നത് കണ്ടില്ലയോ, അത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോളിനെ വലിച്ചഴിച്ചുകൊണ്ട് ഗല്ലിയോന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയാണ്. അവിടെ ആ വിസ്താര സഭയിൽ നിൽക്കുമ്പോൾ പൗലോസ് വായ് തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോട് നിങ്ങളുടെ സങ്കടം കേൾക്കാമായിരുന്നു. എന്തെങ്കിലും ക്രിമിനൽ കേസ് വല്ലതും ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ വിചാരണ നടത്താമായിരുന്നു.
പക്ഷെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മതവും ഒക്കെ സംബന്ധിച്ചുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ലീവ് മീ അലോൺ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ള രീതിയിൽ ഗല്ലിയോൻ അതിനെ തള്ളിക്കളയുക. അദ്ദേഹം പറയണം, വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും ഒക്കെ സംബന്ധിച്ചുള്ള തർക്കസംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ, ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അതിൽ ഇടപെട്ടില്ല. അദ്ദേഹം പറയുന്നത്, എന്തെങ്കിലും ക്രിമിനൽ കേസ് അടിയോ പിടിയോ കുത്തോ വെട്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇടപെടാമായിരുന്നു. ഇത് നിങ്ങളുടെ ന്യായപ്രമാണവും നിങ്ങളുടെ അങ്ങനെയുള്ള വിഷയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല, തന്നെയല്ല എനിക്ക് അതിനകത്തിൽ താല്പര്യവുമില്ല, അതുകൊണ്ട് ഞാൻ അതിനകത്തിൽ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിരിച്ചുവിടുകയുണ്ടായി. അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി. അവരോട് പറഞ്ഞു, ഈ ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ ഇവിടം സ്ഥലം വിട്ടോളാൻ പറഞ്ഞ് അവരെ അങ്ങനെ പുറത്താക്കി. പക്ഷെ എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ഇതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം ഇങ്ങനെയുള്ള വിഷയമായിട്ടാണല്ലോ ഗല്ലിയോൻ ഇടപെടാത്തത്. എന്നാൽ ഒരു വഴക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രിമിനൽ കേസോ ആയാൽ ഇദ്ദേഹം ഇടപെടുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സോസ്തനേസിനെ പിടിച്ച് അവിടെ വെച്ച് തന്നെ അടിച്ചു. ഇതെന്തിനാ ഈ സോസ്തനേസിനെ പിടിച്ച് അടിക്കാൻ കാര്യം? അദ്ദേഹം പള്ളിപ്രമാണിയാണ്. ക്രിസ്പോസ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പള്ളിയിൽ നിന്നൊക്കെ അന്ന് അദ്ദേഹമായിരുന്നു പള്ളിയിലെ പ്രമാണി. ഇപ്പൊ ആ പ്രമാണി സ്ഥാനത്ത് നിന്ന് പുള്ളി ഇങ്ങ് മാറി. 13-ാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, പള്ളി പ്രമാണിയായ ക്രിസ്പോസിനെ സ്നാനം കഴിപ്പിച്ചു എന്ന് കേൾക്കാം. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കണ്ടില്ലേ, സോസ്തനേസ് ആണ് പള്ളി പ്രമാണി. എല്ലാവരും പള്ളി പ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായപ്രമാണത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് അടിക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോ? പള്ളിപ്രമാണി ആണെങ്കിലും ഇദ്ദേഹത്തിന് പോളിനോട് ഒരല്പം ചായ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഈ അടിക്കുന്ന യഹൂദന്മാരാ. അവർക്ക് മനസ്സിലായി ഇദ്ദേഹം പോൾ പറയുന്നതിൽ ഓൾമോസ്റ്റ് വിശ്വസിച്ചിരിക്കുകയാണ്. അടുത്ത ആള് ഇദ്ദേഹമാണ് പോകാനിരിക്കുന്നത്. മറ്റേ പള്ളിപ്രമാണിയായിരുന്നു ക്രിസ്പോസ്, അദ്ദേഹം പോയി. ഇപ്പോഴത്തെ പ്രമാണി ഇദ്ദേഹമാണ്. ഇദ്ദേഹം പോകുമെന്ന് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് അടിക്കാനായിട്ട് ഇടയായത്. ഇത് ഞാൻ ഊഹാപോഹം പറയുന്നല്ല. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം സോറി, ഞാൻ ആ വാക്യം എടുത്തിട്ടില്ല, എന്നാലും ഞാൻ എടുക്കാം. കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം അതിന്റെ 1-ാമത്തെ വാക്യം, 1-ാമത്തെ ലേഖനം അതിന്റെ 1-ാമത്തെ വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. കണ്ടില്ലേ, കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേന് പൗലോസിന്റെ കൂടെ ചേർന്നു ഈ സോസ്തനേസ്. അദ്ദേഹം കൂടെ ചേർന്നിട്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്, 1-ാമത്തെ ലേഖനം എഴുതിയിരിക്കുന്നത് തന്നെ. പോളിന്റെ കൂടെ ഉണ്ട് ഈ പള്ളിപ്രമാണിയായ സോസ്തനേസ്. ഇത് പോകുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഗല്ലിയോന്റെ മുമ്പിൽ വെച്ച് തന്നെ പിടിച്ചടിക്കാൻ കാരണം. ഈ സോസ്തനേസ് ആണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പോളിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്നത്. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാം. 18-ാം അധ്യായം, 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമായിരുന്നല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 18-ാമത്തെ വാക്യമല്ല, അതിന് മുൻപ് 16-ാമത്തെ വാക്യം. അവരെ ന്യായാസനത്തിൽ നിന്ന് പുറത്താക്കി. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിൽ മുമ്പിൽ വെച്ച് അടിച്ചു. അതൊന്നും ഗല്ലിയോൻ കൂട്ടാക്കിയില്ല. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടായില്ല. കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിന്നെ ആരും കയ്യേറ്റം ചെയ്ത് ഉപദ്രവിക്കത്തില്ല. തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. ഇവിടെ നിന്നും പൗലോസ് മടങ്ങി പോവുകയാണ്. കൊരിന്തിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഏകദേശം 18 മാസം കഴിഞ്ഞ് അവിടുന്ന് മടങ്ങി പോരുകയാണ്. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞു. തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്ക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്തു. ഈ നേർച്ചയെ കുറിച്ചൊക്കെ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതാ, പക്ഷേ ഞാൻ അവിടെ അധികം നിൽക്കുന്നില്ല. ഈ നേർച്ച എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇതെല്ലാം യഹൂദന്മാരുടെ ഓരോ എന്താ പറയുന്നത് ഉപദേശങ്ങൾ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഈ സ്നാനം അനുവദിച്ചതുപോലെ തന്നെ വേറൊരു ഉപദേശമായിരുന്നു നമ്മുടെ തിമത്യോസിനെ പരിച്ഛേദന ചെയ്യിപ്പിക്കുന്നത് പോലെ യഹൂദന്മാരെ നേടുവാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലുള്ള പല കാര്യങ്ങളും പോൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നാസീർ വ്രതം, നമ്മള് സംഖ്യാപുസ്തകം 16-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നാസീർ വ്രതത്തെ കുറിച്ച് നമുക്ക് കാണാം. മുടി മുറിക്കാതെ ചില നാളത്തേക്ക് നാസീർ വ്രതം ചെയ്യുന്ന ഒരു ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില ഹ്രസ്വമായിട്ടുള്ള നാസീർ വ്രതങ്ങൾ അവരുടെ ഇടയിൽ പാലിച്ചിരുന്നുണ്ട്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം പോൾ ഫോളോ ചെയ്തിരുന്നത് ആ കാലത്തുണ്ടായിരുന്ന ഒരു നാസീർ വ്രതത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ താൻ വർജിച്ചു മാറിയിരുന്നു എന്നൊരു അഭിപ്രായം പറയുന്നവരുണ്ട്.
അതിന്റെ ഭാഗമായിട്ട് തനിക്കുണ്ടായിരുന്ന ഒരു ഇതാണ് തല ക്ഷൗരം ചെയ്യിക്കുക, ഒരു നേർച്ച. അതിനു വേണ്ടിയിട്ട് താൻ കെങ്ക്രയായിൽ പോയിട്ട് തല ക്ഷൗരം ചെയ്യിക്കുന്നു. അതിനുശേഷം പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. സുറിയയിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ത്യോക്യയിലേക്ക് പോവുക. സിറിയയുടെ ക്യാപിറ്റലാണ് അന്ത്യോക്യ എന്ന്. അതുകൊണ്ട് പുറപ്പെട്ട് താൻ എഫെസോസിലെത്തുകയും എഫെസോസിൽ നിന്നും യെരുശലേമിലേക്ക് വരികയും യെരുശലേമിൽ നിന്നും അന്ത്യോക്യയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിനെയാണ് ഈ സുറിയയിലേക്ക് പുറപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് തല മുണ്ടനം ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതെല്ലാം യഹൂദന്മാരെ നേടുവാൻ വേണ്ടിയിട്ട്. ഇതിനുശേഷം ഒരിടത്ത് നമുക്ക് കാണാം, പെന്തക്കോസ്ത് നാളാകിയാൽ എത്രയും പെട്ടെന്ന് യെരുശലേമിൽ പോകേണ്ടതിനായിട്ട് ഞാൻ അടുത്ത ഒരു കപ്പൽ കണ്ട് അതിൽ കയറി യെരുശലേമിലേക്ക് പോകുന്നു. ഇതിനെല്ലാം പോകുന്നതിന് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദനെ നേടുക എന്നുള്ളത് പോളിന്റെ ഒരു പരമപ്രധാനമായ ഉദ്ദേശമായിരുന്നു. ദൈവം തന്നെ ആക്കിയിരുന്ന ശുശ്രൂഷയുടെ ഒരു ഭാഗമായിരുന്നു. അതുകൊണ്ട് ചിലരെയൊക്കെ നേടുവാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തലക്ഷൗരം ചെയ്യിക്കുന്നതുമൊക്കെ. ചെയ്തിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സുറിയയിലേക്ക് പുറപ്പെട്ടു. എഫെസോസിലെത്തി അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. ഇവിടെല്ലാം നമ്മൾ ഇന്നത്തെ രീതിയിൽ അങ്ങ് ചിന്തിക്കല്ല. ഇന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കാത്തലിക്സ്, യാക്കോബായ, പ്രൊട്ടസ്റ്റന്റ്, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ഓരോരോ ചർച്ചുകൾ അങ്ങ് വേർതിരിച്ചിരിക്കുക, എല്ലാം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മാറിയിരിക്കുക. അന്നത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിട്ടില്ല, ആ ഒരു ലെവലിലോട്ട് വന്നിട്ടില്ല. യഹൂദന്മാരുടെ പള്ളിയിൽ ആണ് പോയി ആദ്യമേ പ്രസംഗിക്കുന്നത്. അവിടെ നിന്നും ഇവരെല്ലാവരും കൂടി വരുന്നതും അവിടെ തന്നെയാണ്. അവർക്ക് അങ്ങനെ വേറൊരു ചർച്ചായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ സിനഗോഗായിട്ടോ വേറെ ഇല്ല. കാര്യം അവരുടെ എല്ലാം പ്രത്യാശ ഒന്ന് തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞ അതേ പ്രത്യാശ തന്നെയാണ്. ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ അതേ പ്രത്യാശ തന്നെയാണ്. അവർക്ക് ഇതിൽ നിന്ന് വേറൊരു പ്രത്യാശയില്ല. എല്ലാം അത് തന്നെയാണ്. പക്ഷെ അവരുടെ വീടുകളിൽ കൂടിവരവുകളുണ്ട്, അവരുടെ പല ഭവനങ്ങളിലും കൂടിവരവുണ്ട്. എഫെസോസിലെത്തി അവരെ അവിടെ വിട്ടു. ആരെ? പ്രിസ്കില്ലയെയും അക്വിലാസിനെയും അവിടെ വിട്ടു. അവര് റോമിലായിരുന്നു. റോമിൽ നിന്നും കൊരിന്തിലെത്തി. തൊഴിൽ ഒന്നാകൊണ്ട് അവരോടൊപ്പം താമസിച്ചു. അവര് പൂർണ്ണമായിട്ട് ഇതിൽ വിശ്വസിക്കുകയും പോളിനെ പോലെ ഏറ്റവും കൂടുതൽ പോളിന്റെ കൂടെ അവർ അധ്വാനിക്കുകയും ചെയ്യുന്നു. അവരിപ്പോ ഫുൾ ടൈം മിനിസ്ട്രിയിലായിരിക്കുകയാണ്. ഈ ഒരു വിഷയമാണ് അവർ പ്രസംഗിക്കുന്നത്. അവരെ എഫെസോസിൽ വിട്ടു. അവരുടെ ഭവനത്തിൽ അവിടെ ഒരു സഭ ആരംഭിക്കുവാനായിട്ട് ഇടയായി. അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്നു യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ, കാര്യം പോളിന് യെരുശലേമിൽ ചെല്ലണം. ഈ ഒരു എന്താ പറയുന്നത്, ആ ഒരു തലമുണ്ടനം ചെയ്യുന്ന ആ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് അതിന്റെ ബാക്കി പല കാര്യങ്ങളും യെരുശലേമിൽ ചെന്ന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് താൻ യെരുശലേമിലേക്ക് പെട്ടെന്ന് തിരികെ പോരുകയാണ്. ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വിടവാങ്ങി എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി. 22 കൈസരിയയിൽ വന്നിറങ്ങി. കൈസരിയ എന്ന് പറയുന്നത് യെരുശലേമിന് മുമ്പുള്ള ഇസ്രായേൽ അടുത്തുള്ള ഒരു ഭാഗമാണ്, സിറിയയുടെ ഭാഗമാണ്. പക്ഷെങ്കിൽ കൈസരിയയിൽ വന്നിറങ്ങി. യെരുശലേമിലേക്ക് ചെന്നു. സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. ഇതാണ് സുറിയയ്ക്ക് കപ്പൽ കയറി എന്ന് പറയുന്നത്. സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. സഭയെ വന്ദനം ചെയ്തു എന്നുള്ളത് ശരിയാണ്. കാര്യം അവർ ഫോളോ ചെയ്യുന്ന ഉപദേശം പന്തിരുവരുടെ ഉപദേശമാണ്. അത് അന്ന് നിലവിലുള്ള ഉപദേശമാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ യഹൂദന്മാരുടെ ഇടയിലും ഞങ്ങൾ അഗ്രചർമ്മികളുടെ ഇടയിലും സുവിശേഷം അറിയിക്കും. ഇത് രണ്ടും കൂടെ വെട്ടൊന്ന് മുറി രണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസം മാറിയിരിക്കുകയല്ല. ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഡിസംബർ 31 ഒന്ന് തീർന്നു, ജനുവരി 1 തീയതി അടുത്തത് തുടങ്ങി എന്ന് പറഞ്ഞിട്ടല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ രണ്ടും കൂടെ ഓവർലാപ്പ് ആകുന്ന ഒരു ഓവർലാപ്പിംഗ് പീരീഡ് അവർക്കുണ്ട്. ഇത് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാര്യം അപ്പോസ്തലന്മാരെല്ലാം ജീവനോടിരിക്കുക. ഒരു ദിവസം അവരോട് വെളിപ്പെട്ടിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് നിർത്തിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അവരെ വിളിച്ചിരിക്കുന്ന വിളിയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയും അവരുടെ കാലഘട്ടത്തിൽ കൂടെ തന്നെ കഴിയുക. ഏകദേശം ആ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനൊക്കെ വെളിപ്പാട് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ആ പദ്ധതി അവിടെ തീരുക. അതിനുശേഷം പൂർണ്ണ ശക്തിയോടെ ഫുൾ സ്വിങ്ങിൽ പൗലോസിൽ കൂടി അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആരംഭിക്കുക. ദൈവം ആ കാര്യങ്ങളെ, ആ ഒരു ഓവർലാപ്പിംഗ് പീരീഡ് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് പോൾ വന്നിട്ട് വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോകുന്നത്. 24-ാമത്തെ വാക്യം. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താല് ഗലാത്യ ദേശത്തിലും ഫ്രുങ്കിയയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു.
പോള് മൂന്നാമത്തെ മിഷണറി യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുക. അവിടെ കുറെ നാൾ താമസിച്ചതിന് ശേഷം മൂന്നാമത്തെ യാത്രയുടെ ഭാഗമായിട്ട് ക്രമത്താല് ഗലാത്തിയിൽ ആദ്യം എത്തി. അതായത് അന്ത്യോക്യയിൽ നിന്നും ഗലാത്തിയിൽ ആദ്യം എത്തി. അതുവഴി ഫ്രുങ്കിയയിലും കൂടെ സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു. ഈ ഫ്രുങ്കിയ എന്നൊക്കെ പറയുന്നത് കൊലോസിയക്ക് അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ അടുത്ത ദിവസം കൂടുതൽ മാപ്പ് കാണിച്ച് നമ്മൾ 19-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരല്പം കൂടെ ഞാൻ സ്പീഡിൽ പോകുന്നത് ഈ ഒരു അധ്യായം തീർക്കാൻ വേണ്ടിയിട്ടാണ്. 24-ാമത്തെ വാക്യം അവിടെ പറയാണ്, അലക്സാണ്ട്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. ഇവിടെ എഫെസോസ് നിങ്ങൾക്ക് ഏറെക്കുറെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. അടുത്ത ആഴ്ചയിൽ ഞാൻ കുറെ കൂടെ എഫെസോസിനെ വെളിപ്പെടുത്തി തരാം. അപ്പൊ നിങ്ങൾക്കൊരു ആ ഒരു സ്ഥലത്തെ കുറിച്ചൊരു നല്ല ഗ്രിപ്പ് കിട്ടും. ഇവിടെ എഫെസോസില് നമ്മൾ ആരെ വിട്ടിട്ടാ പോയിരിക്കുന്നത്? അക്വിലാസിനെയും പ്രിസ്കിലെയും ഇവിടെ വിട്ടിട്ടാ പോയിരിക്കുന്നത്. അവിടെ ഒരു ഹൗസ് ചർച്ചൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട്. തിരിച്ചു പോയതിനു ശേഷം പോള് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് വരിക. ഗലാത്തിയിൽ കൂടി സഞ്ചരിച്ച് ഫ്രുങ്കിയിൽ കൂടി സഞ്ചരിച്ച് തന്നെ ആസിയയിലേക്ക് വരിക. ആസിയയിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ എഫെസോസ് എന്ന് പറയുന്നത്. ഇവിടെ അലക്സാണ്ട്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. ഈ അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ഈജിപ്റ്റാണ്. ഈജിപ്തിലെ അതിന്റെ ക്യാപിറ്റലാന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രധാന ബിസിനസ് സെന്റർ ആണ് അലക്സാണ്ട്രിയ. ഈ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പേരിൽ പണി കഴിപ്പിച്ച ഒരു ഭയങ്കര പോർട്ട് സിറ്റിയാണ്. അതിനെയാണ് അലക്സാണ്ട്രിയ എന്ന് പേരിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഒരു 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 യഹൂദൻ, ഒത്തിരി യഹൂദന്മാരിൽ ദേശം മുഴുവൻ ഇവര് ചിതറിപ്പാറുക. ഇസ്രായേലിൽ മാത്രമല്ല ദുനിയ മുഴുവനും ചിതറിപ്പാറുക. ഈ അലക്സാണ്ട്രിയയിലുള്ള ഒരു യഹൂദൻ ഇവിടെ അദ്ദേഹത്തിന്റെ പേര് അപ്പല്ലോസ് എന്ന്. അദ്ദേഹം എഫെസോസിൽ എത്തിച്ചേർന്നിരിക്കുക. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നതാവാം. പക്ഷെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ താൻ ഇത്രമാത്രം അറിവും കഴിവും ഉള്ള ഒരാളായതുകൊണ്ട് താൻ അവിടെ ഒരു കൂട്ടായ്മ, ഒരു ഫെലോഷിപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. അതായത് കാറ്റക്കിസം മുതലേ എന്താണ് കർത്താവിലൂടെയുള്ള വിളി, ആ കർത്താവിന്റെ മാർഗത്തിലെ ഉപദേശം എന്താണ് എന്നുള്ള ആ ഒരു ഉപദേശം പൂർണ്ണമായിട്ട് പഠിച്ചിട്ടുള്ളവനുമായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് യോഹന്നാന്റെ സ്നാനം വരെ ഉണ്ടായിരുന്ന സ്നാനങ്ങളെ അറിയത്തുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നിരിക്കുന്നതും കർത്താവിനെ യോഹന്നാൻ യോർദാനിൽ സ്നാനം കഴിപ്പിക്കുന്നതും ഒക്കെ തനിക്കറിയാം. ആ ഒരു ഭാഗം വരെയുള്ള കാര്യങ്ങളെ തനിക്ക് അറിയത്തുള്ളൂ. അതിനുശേഷം നടന്നിരിക്കുന്ന കർത്താവ് കൊടുത്തിരിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നൊന്നും പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചോ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ചോ ഒന്നും വലിയ ഗ്രിപ്പില്ല. പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് ഒട്ടുമേ തന്നെ തനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അദ്ദേഹം കേട്ടിട്ട് പോലുമില്ല. ആകെ അറിയാവുന്നത് യോഹന്നാന്റെ സ്നാനം വരെയാണ്. എങ്കിലും താൻ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു. യഹൂദനായിരുന്നുകൊണ്ട് തന്റെ ആത്മാവിലെ ആ എരിവ് ഇന്ന് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പലർക്കും ഉള്ള ആ ഒരു എരിവ് പോലെ തന്നെ. കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെന്നുണ്ടെങ്കിൽ ഭയങ്കര എരിവാണ്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യാൻ ഭയങ്കര എരിവോട് നിൽക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞതുമാതിരി വളരെ എരിവുള്ള ആളായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു അല്പം കൂടെ വ്യത്യാസമുണ്ട്. കാര്യം ഇദ്ദേഹത്തിന് തിരുവെഴുത്തുകളെ കുറിച്ച് നല്ല പരിജ്ഞാനം ഉണ്ടായിരുന്നു. കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഈ വിഷയം. ഈ യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നുവെങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. കർത്താവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. കാറ്റക്കിസം മുതലേ ഈ സംഗതി അറിയാം. കർത്താവ് വരുമെന്നും മശിഹായിട്ട് കർത്താവ് ലോകത്തിലേക്ക് വരുമെന്നും നമ്മളുടെ പാപത്തിന് പരിഹാരത്തിനായി അവനിവിടെ വരുമെന്നും നമ്മള് രാജാതിരാജാവായിട്ട് വരുമെന്നും നമുക്ക് രാജ്യം യഥാസ്ഥാനപ്പെടുത്തി തരുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിന്റെ യഥാസ്ഥാപനം തന്റെ കാലത്ത് ഉണ്ടാകുമെന്നും ഒക്കെ അവർക്കറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിപ്പിച്ചു പോരുന്നു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചു തുടങ്ങി. എഫെസോസിലെ സിനഗോഗിൽ താൻ പ്രസംഗിക്കുക. അക്വിലാസും പ്രിസ്കില്ലയും അവന്റെ പ്രസംഗം കേട്ടാറെ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സൂക്ഷ്മമായി അവന് തെളിയിച്ചു കൊടുത്തു. കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിലും ഉത്സാഹമുള്ളവനാന്ന് കണ്ടിട്ട് അക്വിലാസും പ്രിസ്കില്ലയും ഇവിടെ ഉണ്ട്. അവര് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? യോഹന്നാന്റെ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. താങ്കൾ ഔട്ട്ഡേറ്റഡ് ആണ്. അതിൽ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് അവർക്കൊരു ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുക.
പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെ സ്നാനം കഴിപ്പിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു വലിയ പഠിപ്പീര് കർത്താവ് ഇവിടെ കൊടുത്തു. എന്നാൽ ഇവരാരും അനുസരിക്കുകയോ, അതിനുശേഷം ഇസ്രായേൽ ആസ് എ ഹോൾ, യഹൂദന്മാർ മുഴുവനും, യെരുശലേം മുഴുവനും, യഹൂദ ദേവാലയം അല്ലെന്നുണ്ടെങ്കിൽ യഹൂദ ദേശം മുഴുവനും ഇവരാരും രക്ഷിക്കപ്പെട്ടില്ല. മറിച്ച് ഇവർ ദൈവത്തിനെതിരെ ശക്തമായിട്ട് തിരിഞ്ഞത് കാരണം അവസാനം ദൈവദാസനായിരുന്ന സ്തേഫാനോസിനെ ഇവരെ എറിഞ്ഞു കൊല്ലുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഇവരെ കൈവിട്ടു. അതിനുശേഷം സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചു. അത് പൗലോസ് അപ്പോസ്തലനിൽ കൂടെ വെളിപ്പെടുത്തുകയും തന്നിൽ കൂടെ ലോകത്തെ അറിയിക്കുകയും ചെയ്തു. അതിൽ സ്നാനമൊന്നുമല്ല വിഷയം, കർത്താവിന്റെ ക്രൂശാണ്. ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിലെ ആഴമായ സമർപ്പണത്തിലും വിശ്വാസത്തിലും നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു ഉപദേശമാണ് ഇന്ന് നിലവിലിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ആ അറിയിച്ച പൗലോസ് അപ്പോസ്തലൻ ഞങ്ങളുടെ കൂടെ കൊരിന്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ലോകം മുഴുവൻ ഇത് പ്രസംഗിക്കുകയാണെന്ന് പറഞ്ഞ് ഈ അലക്സാണ്ട്രിയക്കാരൻ അപ്പല്ലോസിന് ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആ കാര്യം മനസ്സിലാകുവാനും അവൻ അത് ഉൾക്കൊള്ളുവാനും ഇടയായി. അവൻ പഴയ നിയമത്തിൽ വളരെ പാണ്ഡിത്യമുള്ള ആളായിരുന്നെങ്കിലും ഈ അക്വിലാസും പ്രിസ്കുല്ലയും പറയുന്നത് വചനപ്രകാരം കറക്റ്റ് ആണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലാവുകയും ദൈവം അവന് ഹൃദയം തുറക്കുകയും ചെയ്തു. അങ്ങനെ അപ്പല്ലോസ് ശക്തമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാവുകയും അതിനുശേഷം താൻ അവിടെ നിന്ന് കൊരിന്തിലേക്ക്, ഗ്രീസിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. ഇവർ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ അക്വിലാസും പ്രിസ്കില്ലയും വന്നിരിക്കുന്നത് കൊരിന്തിൽ നിന്ന്. പൗലോസ് കഴിഞ്ഞ 18 മാസമായിട്ട് അവിടെ ശുശ്രൂഷിച്ചിരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കൊരിന്തിലേക്ക് പോവുക. അങ്ങനെ പോകുമ്പോൾ കൊരിന്തിലുള്ള അവരുടെ സഭയ്ക്ക് ഇവരൊരു എഴുത്ത് കൊടുത്തു വിടുക. ഇദ്ദേഹത്തെ നോക്കിക്കൊള്ളണം, വേണ്ടുന്ന രീതിയിൽ ഇദ്ദേഹത്തെ ഉത്സാഹിപ്പിക്കണം, സഹായിക്കണം. നമുക്കധികം പ്രയോജനമുള്ളവനാണ്, വചനത്തിൽ പരിജ്ഞാനമുള്ളവനാണ്, ഈ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അവൻ അക്കായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. കൊരിന്തിലുള്ളവർക്ക് എഴുത്തു കൊടുത്ത് അയച്ചിരിക്കുകയാണ് ഈ അപ്പല്ലോസിനെ കെയർ ചെയ്യുവാൻ വേണ്ടി. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമുള്ളവനായി തീർന്നു. അങ്ങനെ താൻ അവിടെ കൃപയുടെ സുവിശേഷത്താൽ ശക്തിപ്പെടുവാനിടയായി. ഈ അപ്പല്ലോസ് കാര്യഗൗരവമുള്ള ആളായിരുന്നു, ആത്മാവിൽ എരിവുള്ളവനായിരുന്നു, യേശു ക്രിസ്തുവിന്റെ മാർഗത്തെക്കുറിച്ച് സ്പഷ്ടമായിട്ട് അറിവുള്ള ആളായിരുന്നു. അങ്ങനെ തന്നെ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കുവാനായിട്ടിടയായി. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമുള്ളവനായി തീർന്നു. പോൾ പിന്നെ പറഞ്ഞിരിക്കുന്നത്, പോളിന്റെ ലേഖനം എഴുതിയിരിക്കുന്നിടത്തൊക്കെ പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു. പൗലോസ് നട്ടിട്ട് പോയ പലതിനെ നനയ്ക്കുവാൻ ദൈവം പിന്നെ അപ്പല്ലോസിനെ ഉപയോഗിക്കുവാനായിട്ടിടയായി. അപ്പല്ലോസിന്റെ പക്ഷക്കാര് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ തിരിയത്തക്കവണ്ണം ശക്തമായിട്ട് കൊരിന്തിൽ ദൈവം പൗലോസിനെയും അപ്പല്ലോസിനെയും ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ശക്തമായിട്ട് കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ഈ അപ്പല്ലോസിനെ പോലെ ഒരു പക്ഷെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞെന്ന് വരത്തില്ല, എങ്കിലും അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് അറിയിക്കുവാനുള്ള ഒരു ആത്മീക ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. നമ്മുടെ ഭവനത്തിൽ അറിയിക്കാം, നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിൽ അറിയിക്കാം. അവരെതിർക്കട്ടെ, കുഴപ്പമില്ല, പക്ഷെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. കർത്താവ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് മറ്റുള്ളവരോട് പകരുക. നിങ്ങൾ എത്ര പേരെ രക്ഷിച്ചു എന്നല്ല നോക്കുന്നത്, നിങ്ങൾ എത്ര പേരോട് ഈ ക്രൂശ് പ്രസംഗിച്ചു എന്നുള്ളതാണ്. രക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളതല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരുത്തരുടെ മനസ്സിൽ കയറി അവരുടെ മനസ്സിലൊരു മാനസാന്തരം ഉണ്ടാക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. അത് നമ്മുടെ ഉത്തരവാദിത്വമേല, അത് നമുക്കെതിരായിട്ട് കർത്താവ് കണക്കെടുത്തുമില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ക്രൂശിന്റെ മഹത്വം പ്രസംഗിക്കുക. അതെങ്ങനെയും പ്രസംഗിച്ച് ടിക്കിടാനായിട്ടല്ല, ആത്മാർത്ഥതയോട് പ്രസംഗിക്കണം. അവരുടെ ഹൃദയത്തിൽ ഇറങ്ങുന്നത് പോലെ അതിനെ പ്രസംഗിക്കണം. സാഹോദര്യ സ്നേഹത്തോട് അത് പ്രസംഗിക്കണം. മനസ്സിലായോ? എങ്ങനെങ്കിലും കർത്താവെ ഞാൻ ഇന്ന് 250 പേരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ടിക്ക് ചെയ്യാനായിട്ടല്ല. നമ്മളെ ആ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അവര് പൂർണ്ണ ഗൗരവത്തോട് അത് അവര് ഏറ്റെടുക്കുവാൻ തക്കണം നമ്മളോട് പറഞ്ഞിരിക്കുക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അത് ഉത്തരവാദിത്വത്തോട് പ്രസംഗിക്കുവാൻ. അവൻ അക്കായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടത് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. ഏത് ശിഷ്യന്മാർക്ക്? കൊരിന്തിലുള്ള തങ്ങളുടെ ശിഷ്യന്മാർക്ക്. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. അനേകർക്ക് പ്രയോജനമായി തീരുകയും ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ വരുവാനിടയായി. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. ബലത്തോട് യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. പൗലോസ് അപ്പോസ്തലൻ ഇത് തന്നെ അവിടെ ചെയ്തത്. അതിനുശേഷം അപ്പസ്തോലിന് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അപ്പല്ലോസ് അവരുടെ അടുക്കൽ അതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. യേശു തന്നെ ക്രിസ്തു
എന്നവർ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സുവിശേഷം അവരോട് പ്രസംഗിക്കേണ്ടുന്നത്. പൗലോസ് കൊരിന്തിൽ പ്രസംഗിച്ചിരിക്കുന്ന സുവിശേഷം അതാണ്. നമുക്കറിയാം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം, അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 15-ാമത്തെ അധ്യായം. അവിടെ പറയുക, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും. ഇനി പോൾ അവിടെ പ്രസംഗിച്ചത് എന്ത് സുവിശേഷമാണെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് പോൾ കൊരിന്ത്യരോട് തന്നെ പറഞ്ഞിരിക്കുക. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും. എന്താ ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതെന്ന് പറയാ? നിങ്ങൾക്ക് ലഭിച്ചതും, നിങ്ങൾ നിൽക്കുന്നതും. നിങ്ങൾ വേറെ ഒരു ഉപദേശത്തിലുമല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് ലഭിച്ചത് വേറെ ഒരു ഉപദേശവുമല്ല. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം വേറെ ഒന്നുമല്ല. നിങ്ങൾ വിശ്വസിച്ചതും വൃതമല്ലെന്ന് വരിക. നിങ്ങൾ ചുമ്മാതെ ഇതിലെ കയറി ഇതിലെ പോയതല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ, ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുക, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന സുവിശേഷം. ഇതാ പോൾ കൊരിന്തിൽ പ്രസംഗിച്ചത്. ഇതാണ് അപ്പല്ലോസ് കൊരിന്തിൽ പ്രസംഗിക്കുന്നത്. ഈ സുവിശേഷത്തിലാണ് ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. ഇവിടെ വേറെ ഒരു ക്രിയയിലും നിങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. ഒരു കാര്യവും ചെയ്ത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമല്ല ഇത്. ഹല്ലേലൂയ. 18-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പോളിന്റെ പ്രവർത്തനം കൊരിന്തിൽ ആരംഭിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ടിടയായി. താൻ അവിടെ നിന്നും 18 മാസത്തെ ശുശ്രൂഷ കഴിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയിരിക്കുക. യെരുശലേമിൽ നിന്ന് സിറിയയിലേക്ക് പോവുകയും സിറിയയിലെ അന്ത്യോക്യയിൽ നിന്നും വീണ്ടും 3-ാമത്തെ മിഷണറി യാത്രയുടെ ഭാഗമായി ഗലാത്യ വഴി, ഫ്രൂങ്കിയ വഴി താൻ വീണ്ടും എഫെസോസിൽ എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ, 19-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കയറുമ്പോൾ, അവിടെ ഒരു 12 പേരുടെ ഒരു കൂട്ടായ്മ കാണാം. ഈ 12 പേരുടെ കൂട്ടായ്മ ലീഡ് ചെയ്തിരുന്ന ആളായിരുന്നു ഈ അപ്പല്ലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 18-ാമത്തെ അധ്യായത്തിൽ ഈ അലക്സാണ്ട്രിയക്കാരനെ അപ്പല്ലോസിനെ കാണിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ചയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. 18-ാമത്തെ അധ്യായം അങ്ങനെ ഇവിടെ തീരുകയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഭാഗത്ത് എവിടെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അടുത്ത ആഴ്ചയിൽ ഞാൻ അതിന് മറുപടി പറയാം. ഇന്ന് എൻ്റെ മുമ്പിലുള്ള സമയം തീർന്നിരിക്കുകയാണ്. 6:30 ആയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യത്തിന് മറുപടി പറയണമെന്ന് ആഗ്രഹിച്ചു. അതായത്, അവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ എന്ന് പറയുന്ന ഒരു ഭാഗം, അത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, എന്തിനത്രയും കഠിനമായ ഭാഷയിൽ പോൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് വിസ്തരിക്കണമായിരുന്നു. എന്തായാലും അത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, പോളാണ്. തിരുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അതിന് മതിയായ കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത ആഴ്ചയിൽ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ആഴ്ചയിൽ അത് ആദ്യം പറഞ്ഞതിന് ശേഷം 19-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുന്നതായിരിക്കും. ദൈവം നമ്മളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ കൂടെ കൊരിന്ത് എന്നല്ല, ആ അഖായ പ്രദേശങ്ങൾ മുഴുവനും, മക്കദോനിയ പ്രദേശങ്ങൾ മുഴുവനും, ആസിയ, ബിദുനിയ, കപ്പദോക്കിയ, മക്കദോനിയ, സകല സ്ഥലങ്ങളിലും തന്നിൽ കൂടെ അറിയിച്ചിരിക്കുന്ന സുവിശേഷം കർത്താവിന്റെ ക്രൂശ. ആ ക്രൂശിലൂടെ ഒഴുകപ്പെട്ടിരിക്കുന്ന രക്തമാണ്. അതിലെ വിശ്വാസത്താൽ, അവിടുത്തെ കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്ന സ്വർഗീയ പദ്ധതിയാണ്. അത് അന്നും വാലിഡാണ്, ഇന്നും വാലിഡാണ്. അതിന്റെ വാതിൽ അടയാറായി. അന്ന് ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ചെന്ന് മുട്ടിയാൽ നമുക്ക് ഇതിൽ രക്ഷ ലഭിക്കത്തില്ല. ഇത് സുവർണ അവസരമാണ്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇതാകുന്നു സുപ്രസാദ കാലം. ഈ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിൽ രക്ഷയില്ല. പിന്നെ യഹൂദനെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്തിലേക്ക് കാര്യങ്ങൾ മാറുക. അന്ന് ചെന്ന് മുട്ടിക്കഴിഞ്ഞാൽ മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അന്ന് ആരും രക്ഷിക്കപ്പെടാം എന്ന് കരുതിയിരിക്കരുത്. അന്ന് കൃപായുഗത്തിന്റെ വാതിലടയും. നാം ഇവിടുന്ന് ചേർക്കപ്പെടും. അനന്തകാലം കർത്താവിനോടൊപ്പം, 1000 യുഗങ്ങൾ കർത്താവിനോടൊപ്പം നാം സ്വർഗത്തിൽ സകല സൗഭാഗ്യങ്ങളോടുകൂടെ വാഴും. ആ ഒരു വലിയ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, ഈ ലോകത്തിലെ അപമാനങ്ങൾ, ഈ ലോകത്തിലെ എന്ത് പ്രശ്നങ്ങളായാലും, ഹല്ലേലൂയ, ആ ദിവ്യ നിത്യ തേജസ്സിന്റെ കനം ഓർക്കുമ്പോൾ ഇതൊന്നും സാരമില്ലെന്ന് ഓർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകും.